കർഷക കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ആഴത്തിലുള്ള ദൈവവിശ്വാസത്തിന്റെയും വഴികൾ താണ്ടി അസാധാരണ വിജയം കൈവരിച്ച കൊമേഴ്സ് ആചാര്യൻ ഡോക്ടർ ആന്റണി ജോസഫ് എന്ന ലാലിച്ചൻ കല്ലമ്പള്ളി തളർച്ചകളിലും തടസ്സങ്ങളിലും പരാജയങ്ങളിലും പതറി നിൽക്കാതെ നിരന്തര ശ്രമത്തിലൂടെ ധാരാളം ശിഷ്യസമ്പത്തിനെ നേടി അവരുടെ മനസ്സിൽ വ്യത്യസ്ത ചിന്തയുടെ ഒരു സ്പാർക്ക് നൽകി മുന്നേറുന്ന അധ്യാപക ശ്രേഷ്ഠൻ. എളിമ കൊണ്ടും വിനയം കൊണ്ടും മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുവാൻ സാധിക്കുന്ന വ്യക്തിത്വം. റിസർച്ച് ഗൈഡ്, മോട്ടിവേഷണൽ സ്പീക്കർ, എഴുത്തുകാരൻ, കോളംനിസ്റ്റ്, കിടയറ്റ സംഘാടകൻ, സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മാനേജ്മെന്റ് രംഗത്തെ നിറം മങ്ങാത്ത ഓർമ്മകളുടെ കള്ളിത്തോഴൻ. സാധാരണ കുടുംബത്തിൽ നിന്നും സ്ഥിര പരിശ്രമത്തിന്റെ പര്യായമായി ഹൈറേഞ്ചിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാമ്പും കാതലുമായി മാറിയ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാർ ഇന്ന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവ് എന്ന പൊൻപ്രഭയിൽ 1990 ജനുവരി 31 മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ അധ്യാപകനായി തുടക്കം കുറിച്ചു. നൂതന സമീപനത്തിന്റെ അകമ്പടിയോടെ റാങ്ക് നേട്ടങ്ങളിലേക്കും 100% വിജയത്തിലേക്കും വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തിയ ആചാര്യശ്രേഷ്ഠൻ. കേരളത്തിൽ നവവിദ്യാഭ്യാസത്തിന് നാന്ദി കുറിച്ച റവറന്റ് ഫാദർ ആന്റണി നിരപ്പേലിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി 1000 സൂര്യ തേജസ്സോടുകൂടി മിന്നിത്തിളങ്ങുന്ന ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന്റെ 33 വർഷത്തെ അധ്യാപന വഴിത്താരയിൽ ശിഷ്യഗണങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ശ്രീരേഖ. ഞാൻ എറണാകുളം ജില്ലയിലെ കൊളംബിയ ലോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപികയാണ്. ഡോക്ടർ താസിസ് ജോസഫ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന കൊമേഴ്സ് ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ആന്റണി സാറിനാണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. സാറിൻ്റെ ഒരു ശിഷ്യ എന്ന നിലയിൽ എനിക്ക് 100% ഉറപ്പോടെ പറയാൻ സാധിക്കും, തികച്ചും അർഹതപ്പെട്ട കൈകളിലേക്കാണ് ഈ അവാർഡ് എത്തിയിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് സാറ് മാത്രമേ ഉള്ളൂ. അത് സാറിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ്. പിന്നെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കൈകളാണ് സാറിൻ്റേത്. അത് ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും, അതിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, കോളമിസ്റ്റ് ആയിക്കോട്ടെ, യൂട്യൂബർ ആയിക്കോട്ടെ, മോട്ടിവേഷണൽ സ്പീക്കർ ആയിക്കോട്ടെ, ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും സാർ അവിടെ മിന്നുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ സാറിന് വിജയിക്കാൻ സാധിക്കുന്നുള്ളത് സാറിൻ്റെ 100% ആത്മാർത്ഥതയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും സാറിൻ്റെ ഈശ്വര വിശ്വാസം ഒന്നുകൊണ്ടുമാണ്. സാറിൻ്റെ ഒരു ശിഷ്യയായതിൽ ഒരുപാട് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ. മാത്രവുമല്ല, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സെയിന്റ് ആന്റണീസ് കോളേജിനെ വളരെ ഉന്നതയിൽ എത്തിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. വളരെ മിന്നുന്ന പ്രകടനങ്ങളാണ് ഓരോന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അങ്ങനെ എത്തിക്കാൻ സാറിന് സാധിച്ചു. അതുപോലെ സാറിന് ഇനിയും ഒരുപാട് അവാർഡുകൾ ഇനി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ സാറിൻ്റെ നേതൃത്വത്തിലുള്ള സെയിന്റ് ആന്റണീസ് കോളേജിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. Hi, I am Tony Joseph. I am excited to hear the news that Anthony sir is being selected as the educational icon of the year. ആന്റണി സാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാനൊരു പഴയ മഹത് വചനം ഓർമ്മിക്കുക. ഒരു അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു സുഹൃത്തും ആയിരിക്കണമെന്നുള്ള മെസ്സേജ്. ആന്റണി സാറ് അതിനെ അക്ഷരം പ്രതി പാലിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നും ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു ആന്റണി സാറ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളിലും അതിലിടപെട്ട് ഞങ്ങളെ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഒരു നല്ല കൂട്ടുകാരനായി ഇന്ന് ഞങ്ങളെന്ന വ്യക്തിയെ ഞങ്ങളാക്കിയതിൽ ആന്റണി സാറിനുള്ള പങ്ക് വളരെ വലുതാണ്. താങ്ക് യു സോ മച്ച് ആന്റണി സാർ. വി ലവ് യു ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി ഇതിലും വലിയ ഉയരങ്ങൾ താണ്ടാൻ അങ്ങേക്കാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഞാൻ ഡോക്ടർ മിഥുൻ ജോൺ. എൻ്റെ റിസർച്ച് ഗൈഡായിരുന്ന ഡോക്ടർ ആന്റണി ജോസഫ് സാറിന് ലഭിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് തീർച്ചയായും അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു റിസർച്ച് ഗൈഡ് എന്ന നിലയിൽ ഉത്തമമായ മാതൃകയാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാറ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം ചെയ്യാൻ ലഭിച്ച ആ ഒരു അവസരത്തെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി. ഹായ്, ഞാൻ അപർണ മെറിൻ മാത്യു. തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്.
ആദ്യമേ തന്നെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച നമ്മുടെ ഡോക്ടർ ആന്റണി സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഹെൻറി ബേക്കർ കോളേജിലാണ് പഠിച്ചത്. 5 വർഷം സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. ഞങ്ങളുടെ ബികോമിൻ്റെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്ന ദിവസം സാറിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സാറ് എപ്പോഴും പറയും ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണമെന്ന്. അതിപ്പോൾ ഞാൻ ഒരു അധ്യാപികയായിരിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിനും ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ക്ലാസ് റൂം ടീച്ചിങ് മാത്രമല്ല, അതിലുപരി മുന്നിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും മനസ്സിലാക്കി അവർക്ക് വേണ്ട മോട്ടിവേഷൻ നൽകാൻ സാർ എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. തുടർന്നുള്ള സാറിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഇതുപോലുള്ള അംഗീകാരങ്ങൾ സാറിനെ തേടിയിട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ജിഷ സാന ബെഞ്ചമിൻ, കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപികയാണ്. എൻ്റെ ഡിഗ്രി പഠനകാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റണി സാറിൻ്റെ ഒരു ശിഷ്യയായിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. സാറിന് ആ സമയത്ത് ലഭിച്ച പ്രോത്സാഹനം എൻ്റെ ജീവിതത്തിൽ വളരെ വിലയേറിയതാണ്. അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. സാറ് ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോഴൊക്കെ അതിനെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ നേരിടുവാൻ സാറ് കാണിച്ച നല്ല മാതൃക, അതിൽ നിന്നെല്ലാം സാറ് ഉയർത്തെഴുന്നേറ്റ് ജീവിതത്തിൽ നല്ല നേട്ടങ്ങളെ കൈവരിച്ചതിൽ ഞങ്ങളെല്ലാം അഭിമാനിക്കുന്നു. ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് സാറിനെ തേടി വന്നതിൽ ഞങ്ങൾ ഒട്ടും അത്ഭുതപ്പെടുന്നില്ല. കാരണം സാറിൻ്റെ കർഷനാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ അവാർഡുകൾ സാറിനെ തേടി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെയും എൻ്റെ ബാച്ചിൻ്റെയും എല്ലാ നല്ല ആശംസകളും സാറിനെ അറിയിച്ചു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഐസൻ തോമസ്, മലയാളം മനോരമയിൽ ചീഫ് സബ് എഡിറ്ററാണ്. പത്തനംതിട്ടയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പ്രിയപ്പെട്ട ആന്റണി സാറിന് ഒപ്പം ആന്റണി സാറിൻ്റെ ശിഷ്യനായിട്ട് 7 വർഷം പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. മേലെ ഹെൻറി ബേക്കർ കോളേജിൽ അക്കൗണ്ടൻസിയും ടാക്സും ആയിരുന്നു സാറ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു സാധാരണക്കാരനായ ഒരു കുട്ടിക്ക് പോലും, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് കുട്ടിക്ക് പോലും ഏറ്റവും എളുപ്പത്തിൽ ഇത്രയും സങ്കീർണമായ അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റ് ടാക്സ് കാര്യങ്ങളൊക്കെ വളരെ രസകരമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ പഠിപ്പിക്കാൻ സാറിന് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. അതുമാത്രമല്ല, കുട്ടികളുടെ മറ്റ് കാര്യങ്ങളിൽ സാർ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. കുട്ടികളുടെ പേഴ്സണൽ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ട് അവരുടെ ഒരു പേഴ്സണാലിറ്റി മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വളരെയേറെ ശ്രദ്ധ വഹിക്കുന്ന ഒരു ആളുമാണ് സാറ്. സാറിന് ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട ഒരു അവാർഡ് കിട്ടിയതിലൊട്ടും അത്ഭുതമില്ല. സാറിന് ഇതിലും വലിയ അവാർഡുകൾ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. കാരണം സാറിന് അത്രത്തോളം കഴിവും അതിനുള്ള പ്രാപ്തിയുമുള്ള ഒരാളാണ്. ഏതൊക്കെയാലും വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ സാറിന് ആശംസ നേരാനായതിൽ. കൂടുതൽ ഉയരങ്ങളിലേക്ക് സാർ എത്തട്ടെ എന്ന് ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ പ്രാർത്ഥനയായി കണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി സാറിന് ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതിൽ തീർച്ചയായിട്ടും സാറിൻ്റെ കഠിനാധ്വാനവും അർപ്പണബോധവും ഈശ്വരവിശ്വാസവും ഒക്കെയാണ് ഈ ഒരു നേട്ടത്തിന് സാറിനെ അർഹനാക്കിയത്. ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നിരുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ കഠിനാധ്വാനത്തോടെ അല്ലെങ്കിൽ പരിശ്രമത്തിലൂടെയും ശുഭാപ്തി വിശ്വാസം കൈവിടാതെയൊക്കെ നമ്മൾ പൊരുതുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. എൻ്റെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയിലേക്കുള്ള എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൻ്റെ ആ യാത്രയിൽ സാറിൻ്റെയൊക്കെ പിന്തുണയും പ്രചോദനവും വളരെ സഹായകരമായിരുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറിനും ഈ ഒരു അഭിമാനാർഹമായ നേട്ടത്തിൽ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊള്ളും. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ആന്റണി ജോസഫ് സാറിന് എൻ്റെ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. തുടർന്ന് ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ. തുഷാര ജോർജ്, ഡെപ്യൂട്ടി സെക്രട്ടറി, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം. ഹായ്, ഞാൻ റുഫ്നാബി സുബൈർ. ആദ്യമായിട്ട് തന്നെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഓൾമോസ്റ്റ് 5 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിനിയായിട്ടിരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. ഒരു മികച്ച അധ്യാപകൻ എന്നതിലുപരി ഓരോ സ്റ്റുഡൻറ്റിനെയും വളരെ അടുത്തറിയുകയും അതനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുൻനിരയിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം. തുടർന്നും അദ്ദേഹത്തിൻ്റെ കരിയറിൽ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. I have completed graduation and post-graduation from Henry Baker College, New York. I could also
qualified UGC NET last year. First of all, I am heartily happy to hear our beloved Anthony sir achieved Education Icon of the Year award, which he is truly deserved. He was a great motivator for us. I am proud to be his student during my bachelor's. He ignited our minds with burning desire, and he was my inspiration for qualifying UGC NET. I wish his life was bright as the impact he has in our lives. ഹായ്, ഞാൻ ലെനി മൈക്കിൾ. ഞാൻ UK വർക്ക് ചെയ്യുന്നു. എൻ്റെ PhD എന്ന ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ റിസർച്ച് ഗൈഡ് ഡോക്ടർ ആൻ്റണി ജോസഫ് സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിലേറെ അഭിമാനമുണ്ട്. സാറിൻ്റെ അധ്യാപനത്തോടുള്ള ഡെഡിക്കേഷനും സിൻസിയോറിറ്റിയാണ് സാറിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. Heartiest congratulations to Lalichan sir for this great achievement. You are truly an inspiration for all of us. It is said that behind every successful student there is a teacher, and for me I can honestly say that it's you. Wish you all the very best and may God bless you. Dr. Tarsis Joseph Educational Trustന്റെ 7ാമത് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെയധികം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. സാറിന് എല്ലാവിധ ആശംസകളും ഇതോടൊപ്പം അറിയിക്കുന്നു. നമസ്കാരം, ഞാൻ അനിത തോമസ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കൊമേഴ്സ് വിഭാഗം അധ്യാപികയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആൻ്റണി സാർ ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കി എന്നറിഞ്ഞതിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. എന്നെപ്പോലെ ആയിരം വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകർന്നുകൊണ്ട് ഒരുപാട് കാലം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രകാശ ഗോപുരമായി നിലകൊള്ളുവാൻ ജഗദീശ്വരൻ സാറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദി എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളിൽ അവരുകളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ ഗുരുനാഥനും മാർഗദർശിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ശ്രീ ആൻ്റണി സാറിന് നേരത്തെ തന്നെ ലഭിക്കേണ്ട ഒരു അവാർഡാണ്. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും നിസ്തുലമായ സേവനം നിർവഹിക്കുന്ന വ്യക്തിയാണ് ആൻ്റണി സാർ. എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ 88 കാലഘട്ടത്തിൽ മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായി കടന്നു വരികയും അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യത്വം സ്വീകരിക്കുവാനും അദ്ദേഹം എന്നെ കൊമേഴ്സിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായി. വളരെ ആത്മാർത്ഥമായി, വളരെ ഡെഡിക്കേറ്റഡായി കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു ഗുരുനാഥനെയാണ് ക്ലാസ് റൂമിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുഹൃത്തായി, ഒരു മാർഗദർശിയായി, ഒരു ജ്യേഷ്ഠ സഹോദരനായി ഞങ്ങൾക്കെന്നും പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകിയ ദർശനവും നൽകിയ വ്യക്തിയാണ് ആൻ്റണി സാർ. തീർച്ചയായും ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അവാർഡ് ശ്രീ ആൻ്റണി സാറിന് കിട്ടി എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ പെരുവന്താനം സെൻറ് ആൻഡ്രീസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി വളരെ സുദീർഘമായ സേവനം അദ്ദേഹം നിർവഹിക്കുകയാണ്. ശാരീരികമായ ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും തന്നിൽ അർപ്പിതമായ വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ അമൂല്യമായ സംഭാവന പൊതുസമൂഹത്തിന്, പുതിയ തലമുറയ്ക്ക് നൽകി, പുതിയ തലമുറയെ പുതിയൊരു വിഷൻ നൽകി, അവർക്ക് ഒരു മാർഗനിർദ്ദേശം നൽകി അവരെ ഔന്നത്യത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുന്ന ഒരു മഹനീയമായ ഒരു വ്യക്തിയാണ് ശ്രീ ആൻ്റണി സാർ. ഞാൻ ഈ അടുത്ത നാളിലെ പെരുവന്താനം സെൻറ് ആൻഡ്രീസ് കോളേജിൽ ചെല്ലുവാനും എൻ്റെ പ്രിയ ഗുരുനാഥനെ കാണുവാനും എനിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗഹൃദവും സ്നേഹവും, ആ വാത്സല്യവും, ഒരു പഴയ ഒരു ശിഷ്യനോടുള്ള ഒരു സ്നേഹവും കരുതലും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. തീർച്ചയായും ശ്രീ ആൻ്റണി സാറിൻ്റെ ഈ അവാർഡിൽ ലഭിച്ചതിൽ അദ്ദേഹത്തിന് കിട്ടിയ അർഹതയിൽ, അംഗീകാരത്തിന്
ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും അദ്ദേഹത്തെ ഔന്നത്യത്തിലേക്ക് വരുവാൻ ജഗദീശ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു. ഈ വർഷത്തെ ഡോക്ടർ താർസീസ് ജോസഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളി, എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൻ്റണി സാർ, അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഞാൻ സീന ഭാസ്കരൻ, സെൻറ്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ആൻ്റണി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ 5 വർഷക്കാലം സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റായിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. പഠിക്കുന്ന കാലയളവിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുകയും അവർക്ക് ഏത് തലം വരെ ഒരു കുട്ടിയെ ഉയർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമോ അതിനു വേണ്ട ഗൈഡൻസും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സാറായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ പ്രയത്നങ്ങൾ തുടരുന്നു. അതിൻ്റെ ഭാഗമായി എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സാറിൻ്റെ കരിയറിൽ ജീവിതത്തിലും ഇനിയും എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ ഹായ്, ഞാൻ അജിമാൻ രാഘവൻ. 1996 മുതൽ 7 വർഷം HBCയിൽ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ആയിരുന്നു. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ പ്രിയ ഗുരുനാഥൻ ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളിക്ക് ഹൃദ്യമായ ആശംസകൾ നേരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരി വിദ്യാർത്ഥികളെ സഹോദര സ്നേഹത്തോടെ ചേർത്ത് നിർത്തി കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സഹായിക്കുന്ന അധ്യാപന കുലപതിക്ക് കർമ്മപഥത്തിൽ കൂടുതൽ ഉയർച്ചകൾ നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ബിന്ദു ജയസ്. ഞാൻ ഐച്ചാടി കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആൻ്റണി സാർ 5 വർഷം പഠിപ്പിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഞാൻ. എന്നിലേക്ക് ഒരു അധ്യാപിക ആകണം എന്നൊരു മോഹം പകർന്നു തന്ന അധ്യാപകനാണ് ആൻ്റണി സാർ. ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ട ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ തന്റെ ജീവിതത്തിൽ പകർത്തി എന്റെ പ്രിയ ഗുരുനാഥൻ ആൻ്റണി സാർ. ഡോക്ടർ താർസീസ് ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കിയ ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനിയും നിരവധി അംഗീകാരങ്ങൾ സാറിനെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൻ്റണി സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരി നല്ലൊരു സുഹൃത്തായി നിന്ന് സിമ്പിളായി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്ന സാറിൻ്റെ പ്രത്യേക രീതി ഇന്നും ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട്. പഠിപ്പിക്കുന്ന വിഷയത്തെ നമ്മുടെ ചുറ്റുമുള്ള ദൈനംദിന കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും ഞങ്ങളെ സഹായിച്ചിരുന്നു. സാറിൻ്റെ ഇന്നത്തെ ഈ നേട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു. We are really proud of you, sir. God bless you even more. ഡോക്ടർ ഫ്രാൻസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയ മേൽഗാവ് ഹെൻറി ബേക്കർ കോളേജ് മുൻ പ്രൊഫസറും ഇപ്പോൾ പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജ് മേധാവിയുമായ ശ്രീ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളായ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ച കോളേജ് അധ്യാപകനും സർവോപരി വിവിധ പുസ്തകങ്ങളുടെ രചയിതാവുമായ ആൻ്റണി സാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട അധ്യാപകനും അവരെല്ലാം ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയുമാണ്. വിദ്യാഭ്യാസ രംഗത്തെയും സാംസ്കാര രംഗത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ സംബോധന മാത്രമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ മുതൽക്കൂട്ടാകുന്ന ഒന്നായിരുന്നു. ഈ സാഹചര്യത്തിൽ ആൻ്റണി സാറിന് ലഭിച്ച എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡിൽ ഞങ്ങളെല്ലാം ഏറെ അഭിമാനിക്കുന്നു. ഒരിക്കൽ കൂടി ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് മൈക്കിൾ മാമൻ. കേരള GST ഡിപ്പാർട്ട്മെൻറ്റിൽ GST ഓഫീസറായി ജോലി ചെയ്യുന്നു. ഡോക്ടർ താർസീസ് ജോസഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജ് പ്രിൻസിപ്പലും ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ ആൻ്റണി ജോസഫ് സാറിന് ലഭിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്.
സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. സാറിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ ലളിതവും എന്നാൽ സമഗ്രവുമായിരുന്നു. സാർ ഇപ്പോഴും തുടരുന്ന സ്നേഹാന്വേഷണത്തിനും വാത്സല്യത്തിനും വളരെ നന്ദിയും കടപ്പാടും ഉണ്ട്. തുടർന്നും വിദ്യാഭ്യാസ, ഗവേഷണ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് ഉന്നതമായ നേട്ടം സാറിന് കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എൻ്റെ പേര് നോബിൾ വർഗീസ്. ഞാൻ കേരള പോലീസ് വർക്ക് ചെയ്യുന്നു. 1988-90 കാലഘട്ടത്തിൽ വേലിയാവ് ഹെൻറി ബേക്കർ കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ച വ്യക്തിയാണ് ഞാൻ. ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ആൻഡി സാറ് വേലിയാവ് കോളേജിൽ പഠിപ്പിക്കാനായി എത്തുന്നത്. ഒരു നല്ല അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് തിരിച്ചറിവ് തന്ന അദ്ദേഹമാണ്. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ബഹുമാനപ്പെട്ട ആൻഡി സാറിന് എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഹായ്, ഐ ആം നജീബ് KP. ഇപ്പോൾ പ്രസൻറ്റ് ക്രംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ISNR 20 ഗ്രേഡിലുള്ള റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. ആദ്യമായി എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഡോക്ടർ ആൻ്റണി കല്ലമ്പള്ളി സാറിന് ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. 2001-2003 കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജ് മേലുകാവ് മറ്റത്തിൽ MCom PG വിദ്യാർത്ഥിയായി സാറിൻ്റെ 2 വർഷത്തെ ക്ലാസ്സിൽ എനിക്കിരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് സാറ് ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ ഉപദേശമായിരുന്നു, നിങ്ങളൊരു തൊഴിൽ അന്വേഷകരാകാതെ ഒരു തൊഴിൽ ദാതാവായി മാറണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങി എങ്ങനെ വിജയിപ്പിക്കാമെന്നുള്ളതും തുടർന്ന് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും വളരെ കൃത്യമായി സാറ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുവാനും അതിലൂടെ വളർച്ചയിൽ നേടി ഇന്ന് ഏതാണ്ട് 150ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാകുവാനും സാധിച്ചു. ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ എന്നെ ഏറെ പ്രചോദനം ചെയ്തിട്ടുള്ളത് സാറിൻ്റെ ഓരോ ക്ലാസ്സുകളിലൂടെ കിട്ടിയ അറിവ് മാത്രമാണ്. സാറിന് കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരുവാനും അതുപോലെ തന്നെ സാറിന് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ സ്റ്റാൻലി MJ. ഞാൻ സഹകരണ വകുപ്പിൽ ഇടുക്കി ജില്ലയിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻ്റണി സാറിന് ഡോക്ടർ തർസീസ് ജോസഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഐക്കൺ അവാർഡ് ലഭിച്ചതായിട്ട് അറിയുന്നു. വളരെ സന്തോഷമുണ്ട്. ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഹായ്, എൻ്റെ പേര് ഹയോനിസ. ആദ്യം തന്നെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആൻ്റണി സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ഹെൻറി ബേക്കർ കോളേജ് മേലുകാവിലാണ് പഠിച്ചത്. 5 വർഷത്തോളം സാറിൻ്റെ വിദ്യാർത്ഥിനി അയക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. ഒട്ടും ജാടയില്ലാതെ സാധാരണക്കാരനിൽ സാധാരണക്കാരനായി നിന്നുകൊണ്ടാണ് അദ്ദേഹം കുട്ടികളോട് ഇടപെട്ടിരുന്നത്. അതുപോലെ പുതുതായി വരുന്ന ഓരോ കുട്ടിയുടെയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ആ അന്വേഷിച്ചറിയുന്ന കാര്യങ്ങൾ കുറിച്ചിടാൻ സാറൊരു ബുക്കും സൂക്ഷിച്ചിരുന്നു. ദൈവവിശ്വാസവും എളിമയും അതുപോലെ തന്നെ കഠിനാധ്വാനവും കൊണ്ട് ഇത്രയും അധികം ഉയരങ്ങൾ കീഴടക്കാൻ സാറിന് സാധിച്ചു. മുമ്പോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹായ്, ഐ ആം ലിജു തോമസ്. എന്തയാർ JJ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ്. ആദ്യമായി തന്നെ ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഡോക്ടർ ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ അവാർഡ് നേടാൻ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള അധ്യാപകൻ ആൻ്റണി സാറ് തന്നെയാണ്. കാരണം ഞങ്ങളുടെ ശിഷ്യഗണങ്ങൾ എന്നും അഭിമാനത്തോടു കൂടിയും എന്നും ആദരവോടുകൂടി കാണുന്ന ഒരു അധ്യാപകനാണ് ആൻ്റണി സാറ്. ഓരോ വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ കാണാനും അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കാനും സാറ് എപ്പോഴും തൽപരരായിരുന്നു. സാറിന് ഇനിയും ഒട്ടനവധി അവാർഡുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു.
അതോടൊപ്പം തന്നെ എനിക്ക് ഡിഗ്രിയിലും PGയിലും സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സാറിൻ്റെ അധ്യാപകനായിരുന്നു. അതോടൊപ്പം സാറിൻ്റെ കീഴിൽ തന്നെയാണ് ഞാൻ PhDയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകൾക്കും ഞങ്ങൾക്ക് ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ജീവിതത്തിൽ അങ്ങോളം സാറിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാർ. കഠിനാധ്വാനം കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടും തൻ്റെ കർമ്മമണ്ഡലത്തിൽ വെന്നിക്കൊടി പാലിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിദ്യാർത്ഥികൾക്കിടയിലും മാതാപിതാക്കളിലും സമൂഹത്തിലും ഒരുപോലെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തിത്വം. ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുമ്പോൾ സാറിൻ്റെ ശിഷ്യനായതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനം കൊള്ളുകയാണ്. അക്കാഡമിക് മേഖലയിൽ നിരവധി അവാർഡുകൾ തേടിയെത്തിയ സാറിന് ഈ അവസരത്തിൽ കിട്ടിയ ഈ അവാർഡ് അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും ഒരു 18-കാരൻ്റെ ചുറുചുറുക്കോടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സാറിന് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 33 വർഷത്തെ അധ്യാപക ജീവിതത്തിലുടനീളം ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ മനസ്സിലാക്കി അവരുടെ മേഖലകളിൽ വേണ്ട സഹായങ്ങളും പിന്തുണയും നൽകി അവരെ ഉയരങ്ങളിൽ എത്തിക്കാൻ ആന്റണി സാർ എന്നും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്ലാസുകളെ എന്നും മനോഹരമാക്കുന്നതിനും കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും പഠനത്തോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സാറിൻ്റെ ഡെഡിക്കേഷൻ എന്നും അഭിനന്ദനാർഹമാണ്. വിദ്യാഭ്യാസ ജീവിതത്തോടുള്ള സാറിൻ്റെ അഭിനിവേശം ഞങ്ങൾക്കെന്നും പ്രചോദനമാകട്ടെ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും മികവുറ്റു നിൽക്കുന്ന ഞങ്ങളുടെ ആന്റണി സാറിന് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയതിലുള്ള എല്ലാവിധ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കും. പ്രിയരെ, ഞാൻ ഷഫീഖ്, കോഴിക്കോട്. ഡോക്ടർ തർസീസ് ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 7ാമത് ബെസ്റ്റ് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് എന്നൊരു മഹത്തായ അവാർഡ് നമ്മുടെ ബഹുമാനപ്പെട്ട ആന്റണി സാർ അവരുടെ തേടിയെത്തിയിരിക്കുകയാണ്. 1990 തൊട്ട് 95 വരെ 5 വർഷക്കാലം ഡിഗ്രിയും എൻ്റെ ആ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു ആന്റണി സാർ. അദ്ദേഹം ഞങ്ങൾക്കന്നൊരു അധ്യാപകൻ മാത്രമായിരുന്നില്ല, ഒരു നല്ല സുഹൃത്തായിരുന്നു, ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു. അതിലുപരി ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളുടെ കൂടെ നിന്ന ഏറ്റവും പ്രിയപ്പെട്ട ആന്റണി സാർ. അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയതിൽ ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു. ഇനിയും അദ്ദേഹത്തിന് ഇതിലും ഉയർന്ന അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള അർഹതയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഇനിയും വരും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. താങ്ക് യു. ഞാൻ സിനി, കൊല്ലം ചവറ KMM വർക്ക് ചെയ്യുന്നു. 1995 കാലഘട്ടത്തിൽ മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ ആന്റണി സാറിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിക്കുകയുണ്ടായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ ആന്റണി സാർ ഞങ്ങൾക്ക് നല്ലൊരു അധ്യാപകൻ മാത്രമല്ലായിരുന്നു, നല്ലൊരു സുഹൃത്തും വഴികാട്ടിയുമായിരുന്നു. ഞങ്ങളുടെ ഓരോ മൂമെൻറ്റ്സും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും തന്നിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഞങ്ങളുടെ ആന്റണി സാർ. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നിരവധി റാങ്കുകൾ നേടിക്കൊടുത്ത ആന്റണി സാറിന് നല്ല നിലയിലെത്തിയ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട്. 28 വർഷം മുൻപാണ് സാർ ഞങ്ങളുടെ അധ്യാപകൻ ആയിരുന്നതെങ്കിലും ഇന്നും ഞങ്ങളോടൊപ്പം ഉണ്ട്. തൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഇന്ന് മറ്റുള്ള അധ്യാപകർക്കും ഒരു മാതൃകയാണ്. ഞങ്ങളേറെ സ്നേഹിച്ച ആന്റണി സാർ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, പ്രശസ്തി ആർജിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
അർപ്പണ മനോഭാവത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും തൻ്റെ അധ്യാപന ജീവിതത്തിൽ ഏറെ വ്യത്യസ്തനായ നിരവധി നേട്ടങ്ങൾക്ക് ഉടമയായ ഒരു അതുല്യ പ്രതിഭയാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാർ. ഡിഗ്രി PG പഠന കാലഘട്ടത്തിൽ സാറിൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിച്ചത് ഇന്നും ഏറെ അഭിമാനത്തോടെ ഓർക്കുന്നു. തൻ്റെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാർ എന്നും മുൻപന്തിയിൽ തന്നെയുണ്ട്. തൻ്റെ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഏറ്റവും സ്വീകാര്യനായ അധ്യാപകൻ. ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായ പ്രിയപ്പെട്ട ഗുരുനാഥന് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുരുത്വം എന്ന വാക്കിൻ്റെ അർത്ഥപൂർണത ഞാൻ കണ്ടത് എൻ്റെ ഗുരുനാഥനിലൂടെയാണ്. തൻ്റെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ വഴികാട്ടിയും മാർഗദർശിയുമാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാർ. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് സാറിൻ്റെ വിദ്യാർത്ഥികളായ ഞങ്ങൾ ഓരോരുത്തരും. ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായ ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹാദരവോടുകൂടി നേരുന്നു. ഹായ്, ഞാൻ ഡോക്ടർ സവാദ് കെ, കോട്ടയം CMS കോളേജ് സെൽഫ് ഫിനാൻസിങ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്നു. ഇത്തവണത്തെ ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജ് പ്രിൻസിപ്പളും മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് കൊമേഴ്സ് വിഭാഗം മുൻ മേധാവിയുമായിരുന്ന ഡോക്ടർ ആൻ്റണി കല്ലമ്പള്ളി സാറാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു അധ്യാപകനാണ് ഡോക്ടർ ആൻ്റണി കല്ലമ്പള്ളി സാർ. എൻ്റെ ഡിഗ്രി PG PhD കാലയളവുകളിൽ എന്നെ ഏറെ സഹായിച്ച, എന്നെ ഗൈഡ് ചെയ്ത, എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഒരു മെൻറ്ററാണ് ആൻ്റണി സാർ. ആൻ്റണി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ പ്രത്യേകതകൾക്ക് അർഹനാണ് അദ്ദേഹം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സാറിൻ്റെ സൗഹൃദ വലയമാണ്. സാറ് പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലല്ല ഞങ്ങളോട് സാറ് പെരുമാറിയിട്ടുള്ളത്. ഞങ്ങളെയൊക്കെ സാർ വളരെ സാറിൻ്റെ സൗഹൃദം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. സാറിൻ്റെ വിദ്യാർത്ഥികളുമായിട്ട് സാറിന് എക്കാലവും വളരെ മികച്ച ഒരു ബന്ധമാണ് ഉള്ളത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞങ്ങളോടൊക്കെ ഇടപഴകിയിട്ടുള്ള ആളാണ് ആൻ്റണി സാർ. നമുക്കറിയാം, അധ്യാപകനായിട്ട് അതിലുപരിയായിട്ട് അദ്ദേഹം മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. റിസർച്ച് ഗൈഡാണ്, 2 യൂണിവേഴ്സിറ്റികളുടെ റിസർച്ച് ഗൈഡാണ്. അതുപോലെ ഒരുപാട് ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലകളിലും മികച്ച ഒരു കരിയറുള്ള ആളാണ് ആൻ്റണി സാറിന്. അപ്പോൾ ആൻ്റണി സാറിന് ഇത്തരത്തിലൊരു അവാർഡ് കിട്ടുന്നത് വളരെയേറെ സന്തോഷമാണ്. ഞങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവിധ ആശംസകളും സാറിന് നേരുന്നു. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും സാറിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി എന്ന ലാലച്ചൻ കല്ലമ്പള്ളിക്ക് സമ്മാനിക്കുന്ന വേദിയെ ധന്യമാക്കി ആഗോള സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷന്റെ ചുമതല വഹിക്കുന്ന ബൈബിൾ പണ്ഡിതനും പ്രശസ്ത വാഗ്മിയും ചിന്തകനും എഴുത്തുകാരനുമായ ഹിസ് എക്സലൻസി മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് മലനിരകളിലെ ശാന്തതയെ ധന്യമാക്കി ദൈവത്തിനും മനുഷ്യനും വേണ്ടി സൃഷ്ടിക്കപ്പെടുകയും മറ്റുള്ളവരിലൂടെ ദൈവത്തെ കാണുകയും ചാരെ എത്തുന്നവർക്ക് ആശ്വാസവും സമാധാനവുമേകി മുന്നേറുന്ന താപസ ശ്രേഷ്ഠനും പണ്ഡിതനുമായ മാർ ജേക്കബ് മുരിക്കൽ പിതാവ്, പ്രമുഖ വാഗ്മി ശ്രീ ജോർജ് കുട്ടി ആഗസ്തി. 41 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രിൻസിപ്പലിനെ പഠിപ്പിച്ച അധ്യാപക ശ്രേഷ്ഠരായ പ്രൊഫസർ ജെയിംസ് കെ ജോർജും ഡോക്ടർ CA തോമസ്, അദ്ദേഹം വിദ്യ പകർന്ന ശിക്ഷകണത്തെ പ്രതിനിധീകരിച്ച ശ്രീരേഖ AK, PTA പ്രസിഡന്റ്, കോളേജ് അധികാരികൾ എന്നിവരുടെ വാക്കുകളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടുള്ള വചസ്സുകൾ നമുക്ക് ശ്രവിക്കാം. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജിന്
നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ശ്രവിച്ചത്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ സെൻറ് ആന്റണീസ് കോളേജിനോട് ഹൃദയപരമായ ഒരു അടുപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ KK റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ സ്ഥാപനം കാണുന്നത് തന്നെ ഹൃദയത്തിന് വലിയ സന്തോഷമാണ്. ഈ സ്ഥാപനം വന്നതോടുകൂടി പ്രദേശത്തിൻ്റെ വളർച്ച, അതിൻ്റെ വികസനം ദ്രുതഗതിയിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. സെൻറ് ആന്റണീസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനായ പ്രിയപ്പെട്ട ആന്റണി നെരപ്പേലച്ചനെ ഞാൻ നന്ദിപൂർവം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം, കാഴ്ചപ്പാടുകളെല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക്, സമൂഹത്തിൻ്റെ ഉന്നതിക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. പെരുവന്താനം സെൻറ് ആന്റണീസ് കോളേജിൻ്റെ ഇപ്പോഴുള്ള സാരഥി പ്രിയപ്പെട്ട ലാലിച്ചൻ കല്ലമ്പള്ളി സാറിനെയും അദ്ദേഹത്തിൻ്റെ സമൃദ്ധമായ നേതൃത്വത്തെയും ശ്ലാഘിച്ച് സംസാരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡിനെ ഓർത്തും അംഗീകാരത്തെ ഓർത്തും ഞാൻ പ്രിയപ്പെട്ട ലാലിച്ചൻ സാറിന് ഹാർദമായ അനുമോദനങ്ങൾ നേരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഉന്നം വയ്ക്കുന്നത് ബൗദ്ധികമായ അറിവിനേക്കാളും സ്വഭാവത്തിൻ്റെ സംസ്കരണമാണ്. സൽസ്വഭാവികളായ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയണം. സെൻറ് ആന്റണീസ് കോളേജ് ഈ വിധത്തിൽ നല്ല മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നതിൽ, നല്ല വീക്ഷണങ്ങൾ ജീവിതത്തെക്കുറിച്ച് പകർന്നു കൊടുക്കുന്നതിന്, നല്ല നിലവാരം ഇതിൻ്റെ സമസ്ത മേഖലകളിലും പുലർത്തുന്നതിനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. സ്കൂൾ അധികാരികളെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരോട് ആദരവും ബഹുമാനവും സ്നേഹവും പുലർത്തുവാനും, പഠന സമയം ഈ കാലഘട്ടം നന്നായി വിനിയോഗിച്ചുകൊണ്ട് ശ്രദ്ധയോടെ പഠിച്ച് നല്ല ജീവിതത്തിന് ഉടമകളായി തീരുവാനായിട്ടുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി ഇപ്പോൾ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ നാക്കിൻ്റെ അംഗീകാരം കിട്ടിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ കോളേജിൻ്റെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഹാർദമായി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ. ഈ കോളേജ് വളരെ മികച്ച നിലയിലേക്ക് ഉയരുന്നു എന്നതിൽ നമുക്കെല്ലാം സന്തോഷിക്കാം. UGCയുടെ കീഴിലുള്ള നാക് അക്രഡിറ്റേഷൻ മികച്ച ഒരു ഗ്രേഡ് ഈ കോളേജിന് നൽകി. 10 വർഷത്തിനുള്ളിൽ പ്രകാരം ഒരു ഗ്രേഡ് നേടുവാനായിട്ട് സാധിക്കുക തീർച്ചയായിട്ടും വലിയ നേട്ടമാണ്. അതിന് കോളേജിൻ്റെ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, അതുപോലെ രക്ഷിതാക്കൾ, ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ കോളേജ് വരും കാലങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയുമാണ്. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള ബഹുമാനപ്പെട്ട ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറ് കൊമേഴ്സിൻ്റെ ഒരു ആചാര്യനാണ്. കൊമേഴ്സിന് എല്ലാ കാലത്തും ലോകമെമ്പാടും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. സജീവമായിട്ട് ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം നടത്തുന്ന
നല്ല കാഴ്ചപ്പാടുകൾ, നല്ലൊരു കുട്ടികളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ കഴിവുള്ള ഒരു സ്ഥാപന അധികാരിയാണ്. അദ്ദേഹം 14 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ ഏതാനും പുസ്തകങ്ങളൊന്ന് നോക്കിയുണ്ടായി. ക്രിയേറ്റിവിറ്റി ക്വസ്റ്റ്യൻസ് എന്നൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി, ഓരോ കുട്ടിയിലും ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പോഴാണല്ലോ അവർ പഠിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ നാടിന് അനുഗ്രഹമായിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട്, ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കുട്ടികൾ കലാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ജോലി അന്വേഷിച്ച് നടക്കുന്നവരായിട്ടല്ല, പ്രത്യേക ജോലി കൊടുക്കാൻ കഴിവുള്ളവരായിട്ട് പുറത്തിറങ്ങണമെന്നുള്ളതാണ്. ജോലി അന്വേഷിച്ച് നടക്കുകയല്ല, മറിച്ച് 10 പേർക്ക് ജോലി കൊടുക്കാൻ കെൽപ്പുള്ളവരായിട്ട് പുറത്തിറങ്ങി വരുന്ന വിദ്യാർത്ഥികൾക്ക് ജന്മം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. അപ്പം അതിലേക്കുള്ള ഒരു നല്ല കാഴ്ച അല്ലെങ്കിൽ ദർശനമുള്ള ഒരു സ്ഥാപന അധികാരിയാണ് നമ്മുടെ ആന്റണി ജോസഫ് സാറ്. റിസർച്ച് ഗൈഡ് എന്ന നിലയിൽ അനേക കുട്ടികൾക്ക് അദ്ദേഹം കൃത്യമായ പാത തുറന്നു കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റ് സാമൂഹിക രംഗത്തെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സജീവമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാപന അധികാരി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്കും ഈ നാടിനുമൊക്കെ വലിയ അനുഗ്രഹം ഉണ്ടാകും. ഡോക്ടർ താസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. തിരുവനന്തപുരം കോളേജിലെ കുട്ടികളെല്ലാം നല്ല കുട്ടികളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഒത്തിരി കോളേജുകളിലൂടെ എല്ലാം നടക്കുന്ന വ്യക്തിയായിരുന്നു. നിരവധി സെൻറ് തോമസ് കോളേജ് പോലെയുള്ള പാലായിലെ നീണ്ട വർഷങ്ങളുള്ള പാരമ്പര്യമുള്ള കോളേജുകളിലൊക്കെ പോയിട്ടുണ്ട്. നല്ല കുട്ടികളായിട്ട് നിങ്ങളിങ്ങനെ എത്ര അച്ചടക്കമുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് സന്തോഷിക്കുന്നു. അത് ഈ മലയുടെയൊക്കെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഓർക്കുകയാണ്. പ്രകൃതി നിശബ്ദതയിലാണ്. പ്രകൃതിയുടെ ഒരു നിശബ്ദത നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. നിശബ്ദതയിലാണ് ഏറ്റവും ക്രിയേറ്റിവിറ്റി ഉള്ളത്. ഈ മരങ്ങൾ പൂക്കുന്നതും ഫലം തരുന്നതൊന്നും ഒരൊച്ചപ്പാടുമില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്ന ക്രിയേറ്റിവിറ്റി, ഹൃദയം രക്തം പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മളാരും അതിൻ്റെ ഒരു ഒച്ചയും കേൾക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളൊരു പ്രവൃത്തിയുടെ ഫലമാണ്. നിശബ്ദതയിലാണ് ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റി നടക്കുന്നത്. ഈ നിശബ്ദത നിങ്ങൾ ഏതാണ്ട് ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും രക്ഷിതാക്കളെയും പ്രത്യേകിച്ച് ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെയും ഒക്കെ സ്നേഹത്തോടെ ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. ഈ ഗ്രേഡ് നാക് ദേശീയമായൊരു അവാർഡാണ്, അല്ലെങ്കിൽ ഒരു ബഹുമതിയാണ്, ഒരു പദവിയാണ്. ഈ കോളേജ് 10 വർഷമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ദേശീയമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ അസസ്മെൻറ്റ് നടത്തി ഈ കോളേജ് ദേശീയ നിലവാരമുള്ള ഒന്നായിട്ട് UGC പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് വലിയ ബഹുമതിയാണ്. ഈ ബഹുമതിക്ക് അധ്വാനം പിന്നിലുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം നല്ല അധ്വാനമുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, അതിനനുസരിച്ചുള്ള നല്ല പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ അസസ്മെൻറ്റ് എല്ലാ മേഖലയിലും നടത്തിയിട്ടാണ് UGC ഗ്രേഡ് നൽകുന്നത്. അത് ദേശീയമായിട്ട് ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാ കലാലയങ്ങളിലും അവർ ഗ്രേഡ് നിശ്ചയിച്ച് നൽകാറുണ്ട്. 10 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കലാലയത്തിന് ഇത് നേടാൻ സാധിച്ചു എന്നത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇവിടെ കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ ഒരു സൂചനയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ അനുമോദിക്കുന്നു. ബഹുമാനപ്പെട്ട കല്ലമ്പള്ളി സാറിനെയും പ്രത്യേകമായിട്ട് അദ്ദേഹവും ഈ അവാർഡിന് അർഹനായിരിക്കുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും അതിന് യോഗ്യനാണ് എല്ലാ അർത്ഥത്തിലും.
ഈ കോളേജ് ഇന്ന് മികച്ച രീതിയിലേക്ക് വളരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നല്ല ഒരു അധ്വാനമുണ്ട്. ഞാൻ ഈ പ്രദേശങ്ങളിലുള്ള കുട്ടികളെയും മറ്റ് മനുഷ്യരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്ന കാര്യമാണ്, ഈ കോളേജ് ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുവെന്ന് പൊതുജനം സംസാരിക്കുന്നു. അത് ഈ പ്രദേശത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. ജനങ്ങൾ പറയുന്നു ഈ കോളേജ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കലാലയം തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ നാടിന്, വീടിന് അനുഗ്രഹമാകട്ടെ, ഒരു ബ്ലെസ്സിങ് ആകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ളതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണമെന്ന അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് കാരണം മറ്റൊന്നുമല്ല, യു ഓൾ ആർ ഹാപ്പി ഹിയർ. നിങ്ങളെല്ലാം ഇവിടെ സന്തോഷത്തിലാണ്. നിങ്ങൾ പിള്ളേരുടെ അവസ്ഥ നിങ്ങൾ പറയും, ഇവിടെ എന്നാ സന്തോഷം, ഞങ്ങൾക്ക് കുറേ കൂച്ചുവിലങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ അല്ലേ. പക്ഷെ നിങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന കുട്ടികൾ ഇവിടെ എങ്ങനെയായിരുന്നു, നിങ്ങൾ ഉൾപ്പെടെ. അക്രഡിറ്റേഷൻ നടന്നത് ഈ വർഷമാണല്ലേ, ഈ വർഷമാണല്ലോ. അതെ, അതിൻ്റെ ടീമിൽപ്പെട്ടവർ. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നപ്പം ഈ റേറ്റിംഗ് നിങ്ങൾക്കൂടെ ഉള്ളതാണ്. ക്വാളിറ്റി അസസ്മെൻ്റാണ് ഈ സംഭവം. ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. സാർമാർ പ്രഗത്ഭരായ അധ്യാപകരായിരിക്കുന്നത് ഈ ഇരിക്കുന്ന വേദി മുഴുവൻ. ലാലിച്ചനെ മോൾഡ് ചെയ്ത അധ്യാപകരാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ഉറപ്പായിട്ടും ഒരു അസസ്മെൻ്റ് ഉണ്ട്. എന്താണ് അസസ്മെൻ്റ്? നിങ്ങളുടെ ക്വാളിറ്റിയാണ് അത് അസസ് ചെയ്തത്. കുട്ടികളെ കറക്റ്റായിട്ട് അസസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇവിടുത്തെ ഒരു ഡിസിപ്ലിൻ, പിന്നെ ഇവിടെ നടക്കുന്ന എക്സ്ട്രാ ആക്ടിവിറ്റീസ്, PTA, പിന്നെ അലൂമിനി, പലതും പറഞ്ഞല്ലോ ഇവിടെ. അപ്പോൾ ഈ അക്രഡിറ്റേഷനിൽ അസസ് ചെയ്യപ്പെട്ടതൊക്കെ എക്സലൻ്റ് ആയതുകൊണ്ടാണ് ഈ കോളേജിന് ആദ്യത്തെ സെൽഫ് ഫൈനാൻസിങ് കോളേജാണ് കേരളത്തിൽ അക്രഡിറ്റേഷൻ നേടിയിരിക്കുന്നത്. ഈ സെയിൻറ് ആന്റണീസ് കോളേജ്. കേരളത്തിൽ 100 കണക്കിന് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട്. ഒരൊറ്റ കോളേജ് മാത്രമേ അക്രഡിറ്റേഷൻ ഉള്ളൂ 10 വർഷത്തിനിടയ്ക്ക്. അപ്പൊ നിങ്ങൾ ക്യാമ്പസ് ഈ പെരുവന്താനം പഞ്ചായത്തിൽ ടച്ച് ചെയ്യും. നിങ്ങളുടെ ഈ സാന്നിധ്യം ഈ ഗ്രാമത്തെ ആഹ്ലാദത്തിലേക്ക് നയിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. അതിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് പ്രിൻസിപ്പളിന് കിട്ടിയ അംഗീകാരം. അതിന് കിട്ടിയ അംഗീകാരമാണ് ലാലിച്ചിന് കിട്ടിയ അംഗീകാരം. ലാലിച്ചിനെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ അറിയാം. ലാലിച്ചിനെ അറിയുന്നതിന് മുമ്പ് ഞാൻ അറിയുന്നത് കല്ലപ്പള്ളിയിൽ വേറൊരാളെയാണ്, തോമസ് കല്ലപ്പള്ളിയാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനെ മാത്രമേ, ഒരു പക്ഷേ എൻ്റെ ജീവിതം തന്നെ തിരിഞ്ഞു പോയി കല്ലപ്പള്ളിയെ കണ്ടുകൂട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അധ്യാപകനോ അല്ലെങ്കിൽ ഒരു വിസാക്ക് മേടിച്ച് ഗൾഫിലോ ഒക്കെ ഞാനും പോയേനെ. തോമസ് കല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു MLA കണ്ടുമുട്ടിയിട്ടാണ് എൻ്റെ ജീവിതം തിരിഞ്ഞു പോയത്. അങ്ങനെ ഒരു MLA ആവണമെന്ന് എനിക്ക് കുഞ്ഞുനാളിൽ തോന്നി. ആയില്ല ഞാൻ, വേറൊരു കാര്യം. അങ്ങനല്ല, മറ്റൊന്നുമല്ല, സിംപ്ലിസിറ്റി, ആൾക്കാരോടുള്ള ഇടപെടി, ഇതെന്തൊക്കെ ഒരു സങ്കല്പത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു മനസ്സ്. അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ, കല്ലപ്പള്ളി കുടുംബത്തിൽ നിന്ന്, സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന്, ലാലിച്ചൻ ഇവിടെ മേൽഗാവ് കോളേജിലായിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ക്യാമ്പസിൽ പോയി, ഒരുപാട് സ്കൂളിൽ കോളേജിൽ പോയി. കുട്ടികളെ ഗ്രൂപ്പായിട്ടും അല്ലാതെയൊക്കെ ഞാൻ കണ്ടു. അവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇന്നത് അക്രഡിറ്റേഷൻ ആണ് ക്യാമ്പസ് അല്ലേ, എ ഗ്രേഡായി. അതൊരു ശരിക്കും ഒരു കോൺട്രിബ്യൂഷൻ. അപ്പം ഞാനിവിടെ 2 കാര്യങ്ങൾക്കാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നാക് അക്രഡിറ്റേഷന് B ഗ്രേഡ് കിട്ടിയത്, അതുപോലെ തന്നെ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ആദ്യത്തെ കോളേജുമായ സെൻറ് ആൻ്റണീസ് കോളേജിലെ അനുമോദനം അർപ്പിക്കുന്നതിന്, അതുപോലെ എൻ്റെ പ്രിയ ശിഷ്യനായ ആന്റണി ജോസഫിനെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ B ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിന് കിട്ടാവുന്നത് ഏറ്റവും കൂടിയ ഗ്രേഡായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞങ്ങളുടെ കോളേജിൽ ആദ്യം, അതായത് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിൽ ആദ്യം ഞാൻ വിസിറ്റ് വന്നത് 1998-99 കാലഘട്ടത്തിലാണ്. അന്ന് ഈ 10-20 വർഷം 25 വർഷം പാരമ്പര്യമുള്ള അന്ന് ആ കോളേജിന് കിട്ടിയ ഗ്രേഡും B ഗ്രേഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ വെറും 10 വർഷം കൊണ്ട് ഈ B ഗ്രേഡ്, ഞങ്ങൾ 25 വർഷം കൊണ്ട് നേടിയ നേട്ടം ഈ B ഗ്രേഡ് 10 വർഷം കൊണ്ട് ഈ കോളേജ് നേടാൻ സാധിച്ചതെന്ന് പറയുന്നത് വളരെ അഭിമാനകരമാണ്. പിന്നെയാണ് ഞങ്ങൾ B+, പിന്നത്തെ സെക്കൻഡ് അസസ്മെൻറ്റിലാണ് ഞങ്ങൾ B+ ആയത്. അത് കഴിഞ്ഞ് 3rd അസസ്മെൻറ്റ് വന്നിട്ടാണ് ഞങ്ങൾ
എ ഗ്രേഡിലേക്കായത് ഈ വർഷം ഞങ്ങൾക്കത് സെൻറ് തോമസ് കോളേജിന് A+ കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ തുടക്കം വളരെ നന്നായിട്ടിരിക്കുന്നു. ഞാൻ പ്രത്യേകം എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിക്കുന്നു. എല്ലാ ആശംസകളും ഈ കോളേജിന് നേരുന്നു. അടുത്ത പ്രാവശ്യം ബാബു ജോസഫ് സാർ പറഞ്ഞതുപോലെ A+ അല്ല, A+ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയെ അനുമോദിക്കുകയാണ്. എനിക്ക് കല്ലമ്പള്ളി കുടുംബത്തുമായിട്ട് വളരെ വർഷങ്ങൾ മുമ്പ് തന്നെയുള്ളതാണ്. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ തോമസ് കല്ലമ്പള്ളി XMLA ഞങ്ങൾ സഹപാഠികളായിരുന്നു. അന്ന് മുതൽ തന്നെ ഈ കോളേജുമായിട്ട് ഈ കല്ലമ്പള്ളി കുടുംബമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ അപ്പോയിൻമെൻറ്റ് സമയത്ത് അവരുടെ ഒരു സഹോദരൻ ഞങ്ങളുടെ കോളേജ് ഗവർണിംഗ് ബോഡി മെമ്പറായിരുന്നു. കോളേജിൽ പോന്നു കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും വളരെ വ്യക്തിബന്ധം, എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് വിളിച്ചു പറയുകയും അഭിപ്രായം ചോദിക്കുകയും എന്നതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പറയുകയും ചെയ്യുമായിരുന്നു. വർഷങ്ങളായിട്ട് അവിടെ 100% വിജയം കിട്ടുന്നു. അതുപോലെ തന്നെ റാങ്കുകൾ പല പ്രാവശ്യം കിട്ടിയിരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ കുറേ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടു. എന്തായിരുന്നു ആന്റണി സാറിന് നിങ്ങളെപ്പറ്റി അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് നല്ല വിദ്യാർത്ഥികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുമായിരുന്നു. അവർക്ക് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ വിദ്യാർത്ഥികൾ നമുക്കറിയാം. ഹെൻറി ബേക്കർ കോളേജ് എന്ന് പറയുന്നത് തീർച്ചയായും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഉള്ള ഒരു കോളേജാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഈ കോളേജിനെ പറ്റി അറിഞ്ഞുകൊണ്ട് നല്ല വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ സിറ്റികളിലുള്ള കോളേജുകളിലുള്ളതുപോലെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ വന്ന് പഠിച്ച് അതിൻ്റെ പേരിൽ നമ്മൾ റാങ്ക് വേണം. ഇപ്പം സെൻറ് ആൻ്റണീസ് ജൂനിയർ കോളേജ് ഒക്കെ നമ്മുടെ +2 പഠിക്കുന്നത് പറയുന്നത് കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചിട്ടാണ് അവിടെ പഠിച്ചവരും മെഡിസിൻ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുന്ന പോലെ അല്ല. പ്രത്യേകിച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ആ സ്ഥലത്തുള്ള കോളേജുകളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ്. അന്നേരം നമുക്കറിയാം മോശമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വീട്ടിലേക്കൊക്കെ രാവിലെ 5 മണിക്ക് വിളിച്ച് ഞങ്ങളെ വിളിച്ചേൽപ്പിച്ച് പഠിക്കണം എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു സാറെന്ന് അറിഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനം തോന്നി. അങ്ങനെയാണ് ഈ 100% വിജയം ആ കോളേജിന് ആനന്ദ് സാറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊടുത്തത്. എനിക്ക് അന്നേരം വളരെ അഭിമാനം തോന്നി. എൻ്റെ ഒരു പ്രിയ ശിഷ്യനാണ് ആന്റണി ജോസഫ് കല്ലമ്പള്ളി. അതുകൊണ്ട് ഈ അവാർഡ് കിട്ടിയതിൽ എല്ലാ ആശംസകളും നേരുന്നു. ഒരു എക്സലൻസ് അവാർഡാണ്. അതൊരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അതായത് എക്സലൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് തന്നെ ഡൂയിങ് യുവർ ഡ്യൂട്ടി പ്ലസ് ഡൂയിങ് സംതിങ് എക്സ്ട്രാ. നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവരുടെ 2 മൈൽ നടക്കുന്നത് പറഞ്ഞതുപോലെ ഈ നമുക്ക് വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ചെയ്യുന്നതിന് ഒരു ഉപരിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതോടെയാണ് നമ്മൾ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു എക്സലൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എക്സലൻസ് എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ പ്രവർത്തിക്കാം. ആന്റണി ജോസഫിന് എല്ലാ ആശംസകളും ഈ ഭാവിയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 2 പ്രധാന കാര്യങ്ങളാണ് ഇന്നിവിടെ ചർച്ചയാവുന്നത്. ഒന്ന്, സെൻറ് ആൻ്റണീസ് കോളേജിൽ ലഭിച്ച NAAC അക്രഡിറ്റേഷൻ. തീർച്ചയായും അതൊരു അംഗീകാരമാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ലഭിക്കുന്ന ഈ മനോഹരമായ അംഗീകാരത്തിന് നമ്മളെല്ലാവരും അംഗീകരിച്ചതാണ്. എങ്കിലും അതിൻ്റെ പേരിൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഈ കോളേജിലെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനത്തിൻ്റെ പേരിൽ എല്ലാം ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. രണ്ടാമതായി നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഡോക്ടർ ആന്റണി ജോസഫിനെ അംഗീകരിക്കേണ്ടതിന് കാരണം ഏകദേശം ഒരു 40 വർഷം മുമ്പ് ഒരു വിദ്യാർത്ഥിയായി ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്ന അദ്ദേഹം സ്വയപ്രവർത്തനത്തിലൂടെ കഠിന അധ്വാനത്തിലൂടെ നേടിയെടുത്ത സ്ഥാനങ്ങളും നേടിയെടുത്ത അവാർഡുകളുമാണ്. തീർച്ചയായിട്ടും വളരെ ഭംഗിയോടെ വളരെ ആദരവോടെ പറയുവാൻ സാധിക്കും. അന്ന് വിദ്യാർത്ഥിയായിരുന്ന ആന്റണി ഇന്ന് ഡോക്ടർ ആന്റണി ജോസഫായി മാറി. താൻ അനുഷ്ഠിച്ച സ്ഥാപനങ്ങളെയും താൻ പ്രിൻസിപ്പലായിരിക്കുന്ന സ്ഥാപനത്തെയും തന്നോടൊപ്പം വളരെ ഭംഗിയായി വളർത്തി അതിനെ ഒരു വളവൃക്ഷമാക്കി മാറ്റിയ അദ്ദേഹത്തിന്
വീണ്ടും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്ര മനോഹരമായ ഈ സ്ഥാപനത്തിൽ പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഓരോ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ട്രക്ചർ മാറുന്നു, അധ്യാപക വിദ്യാർത്ഥി രീതികൾ മാറുന്നു, പഠനത്തിൻ്റെ രീതികൾ പാടി എല്ലാ രീതിയിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മൾ ഈ ഒരു കോളേജ് അക്രഡിറ്റേഷന് വേണ്ടി പോകുക. പ്രത്യേകിച്ച് ഒരു 10 വർഷത്തിൽ താഴെയുള്ള അതൊരു സ്വാശ്രയ കോളേജ് അക്രഡിറ്റേഷന് വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ വളരെ അതിനുവേണ്ട തൻ്റെ ഒരു ആർജവത്വം മാനേജ്മെന്റ് കാണിച്ചു, അവരുടെ പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റം അഭിനന്ദിക്കുന്നതായ കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. ശീലങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. വെറുതെ ഒരു ക്ലാസ് റൂമിന്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് അപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സെന്റ് ആൻഡ്രീസ് കോളേജ് എത്ര തവണ പത്രങ്ങളിൽ വന്നിട്ടുള്ളത്, പത്രങ്ങളും മറ്റു പല മാധ്യമങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയേറെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മത്സരിച്ച് പ്രോഗ്രാമുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുട്ടികൾക്കുള്ളതാകാം, ടീച്ചേഴ്സിനുള്ളതാകാം. അതിനൊപ്പമാണ് ഇത്രയേറെ പ്രധാനപ്പെട്ട 7 മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നാഷണൽ ലെവലിന്റെ അക്രഡിറ്റേഷന് സാധാരണ റെഗുലർ കോളേജ് തന്നെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആ സമയത്താണ് 10 വർഷത്തിൽ താഴെയുള്ള ഒരു കോളേജ് ഈ ഒരു തരത്തിലേക്ക് ഉയർന്നത്. അപ്പം അങ്ങനെ ശീലങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മളിവിടെ ആദരിച്ചു. മാത്രമല്ല, ഇതിൽ നിന്നും വ്യക്തമായ മറ്റൊരു കാര്യമുണ്ട്. നമ്മളിന്ന് പേടിക്കാമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഭയപ്പെടാം എന്നുണ്ടെങ്കിൽ ഭയപ്പെടുത്താൻ ആൾക്കാർ ഒത്തിരിയേറെ ഉണ്ടാകും. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ, തൊഴിൽ സ്ഥലത്താകാം, അല്ലെങ്കിൽ അതുപോലെ മറ്റു പല രീതിയിൽ തകർന്നു പോകാവുന്ന പല പല സാഹചര്യം വന്നപ്പോഴും അതിൽ നിന്നുമൊക്കെ പിടിച്ചു കയറി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് ഒരു മഹത്തായ കലാലയത്തെ വാർത്തെടുത്തുകൊണ്ട് വരുന്ന ആ ഒരു പ്രക്രിയ, അതിൻ്റെ ഒരു നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ ഇന്നിവിടെ ആദരിച്ചത്. ആ നിലയ്ക്കും അങ്ങേയറ്റം അദ്ദേഹത്തിന് എല്ലാവിധ ബഹുമതികൾക്ക് മകനാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുക. ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നാക് അക്രഡിറ്റേഷനിൽ B ഗ്രേഡൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തികച്ചും അഭിനന്ദാർഹമായ നേട്ടം തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും ഞാൻ വളരെ ഇതായിട്ട് തന്നെ അഭിനന്ദിക്കുവാണ്. ഈ ഗ്രേഡ് എത്രയും വേഗം ഉയരട്ടെ, അടുത്ത വിസിറ്റിൽ അത് A+ തന്നെയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ സാറിൻ്റെ ശിഷ്യയായിരുന്നു ഞാൻ. ഇത്രയും വർഷം ഒരുപാട് അധ്യാപകരെ കണ്ടിട്ടുണ്ട്, അവരുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് എൻ്റെ മനസ്സിൽ ആന്റണി സാറ് മാത്രമേ ഉള്ളൂ. ഇന്ന് ശരിക്കും +2 അക്കൗണ്ടൻസിയുടെ എക്സാമാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ഒറ്റ വിളിയിൽ അതെല്ലാം മാറ്റിവെച്ച് എറണാകുളത്ത് നിന്ന് ഇത്രയും ദൂരം ഞാനിവിടെ വരണമെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ശരിക്കും നിങ്ങൾ ഇത്ര സത്യം പറയാം കേട്ടോ, ഇതുപോലെ അച്ചടക്കത്തോടെ ഇരിക്കുന്ന കുട്ടികളെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. ഒരു കോളേജ് ലെവലിലൊന്നും ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചടക്കമല്ല ഇത്. നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ ഒരു സന്തോഷവും സ്റ്റാഫിന്റെ മുഖത്ത് കാണുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ കാണുമ്പോൾ എൻ്റെ സാറിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഒരു അത്ഭുതം തോന്നാറില്ല. കാരണം സാർ എങ്ങനെയാണ് ഒരു അധ്യാപകനെ നമ്മൾ ഒരിക്കലും പേടിച്ചിട്ടല്ല അനുസരിക്കേണ്ടത് അല്ലേ? നിങ്ങളുടെ മനസ്സിലും അങ്ങനെയല്ലേ തോന്നാറ്? നമ്മൾ അവരോടുള്ള ഒരു സ്നേഹം കൊണ്ട് വേണം നമ്മൾ അവരെ അനുസരിക്കാൻ, എങ്കിലേ നമ്മുടെ മനസ്സിലൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുള്ളൂ. ശരിക്കും സാർ അങ്ങനെയാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, അതിനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും തറമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരൻ എൻ്റെ പ്രിയപ്പെട്ട സാറ് തന്നെയാണ്. സാറിനെ കുറിച്ച് പറയാൻ എനിക്ക് പലപ്പോഴും വാക്കുകൾ കിട്ടാറില്ല. അതിനും അപ്പുറമാണ് ആ വ്യക്തിത്വം. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം സാറിന് വളമായി മാറുന്നത് സാറിന് തികഞ്ഞ ഈശ്വര വിശ്വാസവും പിന്നെ ഞങ്ങളെ പോലെ ഒരുപാട് കുട്ടികളുടെ പ്രാർത്ഥനയും സാറിന് വേണ്ടി എന്നും ഉണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികളോടും ഞാൻ എപ്പോഴും പറയും, ഞാനിങ്ങനെ ഓരോ അക്കൗണ്ടൻസി ഒക്കെ പഠിപ്പിക്കുമ്പോൾ വളരെ ചെറിയ ഷോർട്ട് കട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, ടീച്ചർ ഇത് എവിടുന്നാ പഠിച്ചേ? ഞാൻ പറഞ്ഞ എന്നെ പഠിപ്പിച്ച സാറ് പഠിപ്പിച്ചാന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചറിന്റെ ബുദ്ധി അപാരമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ബുദ്ധി കൊണ്ടല്ല, എന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ കഴിവാണ്. ശരിക്കും ഞാനത് ഇന്നും അതേപടി ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ സാറിന്റെ ഓരോ ക്ലാസ്സും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുവാണ്. അത് സാറിന്റെ മാത്രം കഴിവാണ്. അല്ലെങ്കിൽ എനിക്ക് ഓർമ്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി എല്ലാവരും പഠിപ്പിച്ചത് ഞാൻ ഓർക്കണ്ടായി. പക്ഷെ സാറ് പഠിപ്പിച്ചത് അതേപോലെ ഇന്നും മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സും സാറ് ക്ലാസ്സിലേക്ക് കയറി വരുന്ന രീതി, നമ്മളെ അഡ്രസ് ചെയ്യുന്ന രീതി എല്ലാം ഇങ്ങനെ മനസ്സിൽ അതേപടി ഇന്നും നിലനിൽക്കുന്നു. ഓരോ ഷോർട്ട് കട്ടുകളും അത് ഓർത്തിരിക്കാനുള്ള എളുപ്പ മാർഗങ്ങളും എല്ലാം സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതേപോലെ ഒരു എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ ഡോക്ടർ താർസിസ് ജോസഫ്
എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു അവാർഡിന് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുപോലെ അർഹതയുള്ള കൈകളിലേക്കാണ് ഈ അവാർഡ് എത്തിയിരിക്കുന്നത് എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. സാറിന്റെ ഒരു ശിഷ്യ എന്ന നിലയിൽ ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ സാറിനെ തേടി വരും. മാത്രവുമല്ല, സാർ ഇവിടെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞ സാറിന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സെന്റ് ആന്റണീസ് കോളേജിന്റെ ന്യൂസ് ഇല്ലാതെ ഇവിടെ ഒരു പേപ്പർ വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും എല്ലാ ദിവസത്തെയും സാറിന്റെ സ്റ്റാറ്റസ് കാണാറുണ്ട് ഞാൻ. അപ്പൊ എല്ലാ ദിവസവും പത്രത്തില് എന്തെങ്കിലും ഒരു വാർത്ത സെന്റ് ആന്റണീസ് കോളേജിനെ പറ്റി എപ്പോഴും ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിൽ ഒരുപാട് സന്തോഷമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് അനുഗ്രഹങ്ങളുള്ള, ഒരുപാട് പേരുടെ പ്രാർത്ഥനയുള്ള, വളരെ എന്ന് നമുക്ക് ആദരിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി സാർ. നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് മക്കളെ ഇതുപോലെ സ്വാതന്ത്ര്യ നേതൃത്വത്തിലുള്ള ഈ ഒരു കോളേജിൽ വരാനും ഇവിടെ പഠിക്കാനും ലഭിച്ചത്. ഈ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ കോളേജിന് ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ. അതുപോലെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ സാറിന് ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. നോക്കിക്കോ, ഇനി ഒരുപാട് അംഗീകാരങ്ങൾ സാറിനെ തേടി വരും. അതുപോലെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിൽ എന്നും ഉള്ളൊരു വ്യക്തിത്വമാണ് സാറ്. ഈ കോളേജിനും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സാറിനും എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. സെയിന്റ് ആന്റണീസ് കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണ് ഇന്നിവിടെ നടക്കുന്നത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും മാനേജ്മെന്റിന്റെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ മികവിലൂടെയാണ് കോളേജിന് നാക് അക്രഡിറ്റേഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. ആ മധുരത്തെ ഇരട്ടിയാക്കുന്ന രീതിയിലാണ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് സാറിന് കിട്ടിയിരിക്കുന്ന എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ്. തോമസ് ആൽവാ എഡിസന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, വിജയം എന്നത് 1% പ്രചോദനവും 99% അധ്വാനവുമാണ്. കഠിനാധ്വാനം കൊണ്ടും സ്വപരിശ്രമം കൊണ്ടും ജീവിതത്തിൽ വിജയം കൈവരിച്ച മഹത് വ്യക്തിത്വത്തിനുടമയാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാർ. കരം നിറഞ്ഞ വഴികളിലൂടെ ഒക്കെയും യാത്ര ചെയ്തപ്പോൾ കാലിടറാതെ ദൈവാശ്രയ ബോധ്യത്താൽ പ്രവർത്തിച്ച അദ്യാഭ്യാസ രംഗത്ത് കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയ അധ്യാപക ശ്രേഷ്ഠൻ ഡോക്ടർ ആന്റണി ജോസഫ് സാറിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. താങ്ക് യു. നമ്മളിപ്പോൾ അധ്യാപകരെ കുറിച്ച് പറയുന്നൊരു കാര്യം ശിഷ്യസമ്പത്തിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഗുരുസമ്പത്ത്. രാജൻ സാർ അക്കാര്യത്തിൽ വളരെ അനുഗ്രഹീതനാണ്. തൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുരുക്കന്മാരും അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും ഇടപെടാൻ തയ്യാറാകുക, അല്ലെങ്കിൽ വരികയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും അത് ചെറിയൊരു കാര്യമല്ല. അതായത് രാജൻ സാറിൻ്റെ ഒരു വലിയ ഗുണങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. 2023 വർഷം സെന്റ് ആന്റണീസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷങ്ങളുടെയും ഒപ്പം തന്നെ അംഗീകാരങ്ങളുടെയും ഒരു വർഷമായിരുന്നു. 2023 മാർച്ച് മാസത്തിലാണ് നമുക്ക് UGCയുടെ ആദ്യ അംഗീകാരമായ DOOF നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ 2023 നവംബർ മാസത്തിൽ UGCയുടെ മറ്റൊരു അംഗീകാരമായ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ലഭിച്ചു. അതോടൊപ്പം ഇന്ന് നമുക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആന്റണി ജോസഫ് സാറിന് ഡോക്ടർ ടാസി ജോസഫ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നമുക്ക് സാറിന് നേടുകയുണ്ടായി. ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ഡോക്ടർ ആന്റണി സാറാണ്. നിങ്ങളുടെ സ്നേഹത്തോടെ ലാലിൽ സാർ എന്ന് വിളിക്കുന്ന ആന്റണി സാറാണ്. അപ്പോൾ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 35 വർഷത്തെ അധ്യാപന പരിചയം, ഒപ്പം തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആദ്യമായിട്ട് കൊമേഴ്സിൽ PhD നേടിയ അധ്യാപകൻ, ഒപ്പം തന്നെ മികച്ച വാഗ്മി, ഒപ്പം രാഷ്ട്രീയ മേഖലകളിൽ ഒപ്പം തന്നെ മറ്റു യൂണിവേഴ്സിറ്റികളിൽ MG യൂണിവേഴ്സിറ്റിയുടെയും ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ റിസർച്ച് ഗൈഡായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ മികച്ച സംഘാടകൻ, മികച്ച മാനേജ്മെന്റ് വിദഗ്ധൻ എന്നിങ്ങനെ ധാരാളം മേഖലകളിൽ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇന്നത്തെ ഈ അവാർഡ് നൽകുന്നതിന് അവാർഡ് നേടിയെടുക്കുന്നതിന് ഏറ്റവും അർഹനായ വ്യക്തി അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ കോളേജിൻ്റെ IQAC കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് കോളേജിൻ്റെ പ്രിൻസിപ്പളിന് ഐക്കൺ ഓഫ് ദി അവാർഡ് നേടിയെടുത്ത സാറിന് ഏറ്റവും നല്ല സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു. സെന്റ് ആന്റണീസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിന്റെയും അതിലേറെ അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കല്ലമ്പള്ളി സാറിന് ബെസ്റ്റ് ഐക്കൺ ഓഫ് ദ അക്കാഡമിക് എന്ന അവാർഡ് ലഭിച്ചിരിക്കുകയാണ്.
നമുക്കറിയാം സാറിൻ്റെ ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് പരിചയമുള്ളതാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മലമടക്കുകളിലുള്ള ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് പറിച്ച് നടന്നു. ആ കോളേജിനെ അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ കോളേജിൻ്റെ സാരഥിയായിട്ട് ഏറ്റെടുക്കുന്നത്. ക്രാന്തദർശിയും ആയിരുന്ന ബഹുമാനപ്പെട്ട നെൽപേലസിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ കോളേജിൻ്റെ ആരംഭം മുതൽ തന്നെ സാറിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ അല്ലെങ്കിൽ അക്കാഡമിഷ്യൻ എന്നതിനേക്കാൾ ഉപരിയായി ഒരു ഗ്രന്ഥകർത്താവ്, നല്ലൊരു മോട്ടിവേറ്റർ, അതിനേക്കാട്ടിലൊക്കെ ഉപരിയായി ഒരു സംഘാടകൻ, അതിലും ഉപരിയായി ഞാൻ സാറിനെ കാണുന്നത് നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടാണ്. പച്ചയായ ഒരു മനുഷ്യൻ, ജാടകളില്ലാത്ത, ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ രക്ഷകർത്താക്കളോടൊക്കെ വളരെ സ്നേഹത്തോടെയും അനുകമ്പയോടെയും ഇടപെടുന്ന ഒരു അധ്യാപകൻ. അതാണ് ഞാനൊരു പച്ച മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്കറിയാം, നമ്മൾ ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കേവലം 10 വർഷം കൊണ്ട്, അതായത് നമ്മുടെ ശൈശവ ബാല്യം പിന്നിട്ടപ്പോൾ നമുക്ക് നാക്കിൻ്റെ അക്രഡിറ്റേഷൻ്റെ B ഗ്രേഡ് നമുക്ക് ലഭിക്കുകയുണ്ടായി. 100 വർഷത്തോളം പ്രവർത്തിച്ച കോളേജുകൾക്കൊക്കെയാണ് ഇപ്പോഴേ A+ഉം ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വാശ്രയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, അല്ലെ അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ശൈശവ ബാല്യദിശയിൽ തന്നെ ഇങ്ങനെയൊരു നേട്ടം നേടാനായത് ബഹുമാനപ്പെട്ട കല്ലമ്പള്ളി സാറിൻ്റെയും ഇവിടുത്തെ അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത സാറിനെയും അധ്യാപകരെയും PTA-യുടെ പേരിൽ അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാറിന് ലഭിച്ച ഈ അവാർഡാണ്. സാറിനെ കുറിച്ച് നല്ലത് മാത്രമാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. അത് സത്യമാണ് താനും. സാറിന് ഈ അവാർഡ് കുറച്ചുകൂടെ ഒക്കെ നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം വ്യത്യസ്തമായ മേഖലകളിൽ, നാനാതുറകളിലെ സാർ ചെയ്യുന്ന സേവനം അത്ര വിലപ്പെട്ടതാണ്. ഡിസംബർ മാസം മഞ്ഞിന്റെയും കുളിരിന്റെയും മാസം. ആ സമയത്ത് വരുന്ന ഒരു നറുവെയിലിന്റെ സൗരഭ്യം പോലെ, നറുവെയിലിന്റെ മനോഹാരിത പോലെയാണ് നമുക്ക് ഈ ഡിസംബറിൽ ലഭിച്ചിരിക്കുന്ന നമ്മുടെ നാക് അക്രഡിറ്റേഷനും അതുപോലെ നമ്മുടെ ഏറ്റവും ആദരണീയനായ പ്രിൻസിപ്പൽ സാറിന് ലഭിച്ച എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡും. ആദ്യമായി തന്നെ നമ്മുടെ നാക് അക്രഡിറ്റേഷൻ സാറിന്റെ ഉജ്ജ്വലമായ നേതൃത്വത്തിൽ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കൂട്ടായ പരിശ്രമമായിരുന്നു 10 വർഷം എന്ന ചെറിയ കാലയളവിൽ ഇത്ര മനോഹരമായ ഒരു ഗ്രേഡ് നമുക്ക് നേടിയെടുക്കാനായത്. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ലാൽചൻ സാർ, നിങ്ങൾക്ക് ഒരുപക്ഷെ സാറിൻ്റെ ഞാനും സാറുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ 27 വർഷങ്ങളുടെ ഏറ്റവും ദൃഢമായ ബന്ധം. ഒരു അധ്യാപികയായി കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് കോളേജ് ജോയിൻ ചെയ്യുന്ന സമയം മുതൽ പ്രിയപ്പെട്ട സാറുമായിട്ടുള്ള പരിചയം, തികഞ്ഞ നല്ല ഒരു വ്യക്തിത്വം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. മുൻപ് നേരത്തെ പലരും പറയുകയുണ്ടായി, നല്ല അധ്യാപകന് ഒരുപക്ഷെ നല്ല പ്രിൻസിപ്പൽ ആവാൻ പറ്റത്തില്ല, നല്ല അറിവുള്ള ആൾക്ക് ഒരുപക്ഷെ നല്ല അധ്യാപകനും ആകാൻ പറ്റത്തില്ല. നല്ല അറിവ്, നല്ല അധ്യാപകൻ, നല്ല പ്രിൻസിപ്പൽ, അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാൽചൻ സാർ. നമ്മുടെ കോളേജിന് ഈ ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ നമ്മുടെ സാറിൻ്റെ കരങ്ങളുണ്ട്. ഇനിയും ഒരുപാട് അവാർഡുകൾ പ്രിയപ്പെട്ട ലാൽചൻ സാറിനെ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. നമുക്ക് ഇന്നത് ഇരട്ടി മധുരത്തിന്റെ ദിവസമാണ്. നമുക്ക് അഭിമാനവും സന്തോഷവും എല്ലാം അടങ്ങിയ ഒരു ദിവസമാണെന്ന്. കാരണം നിങ്ങൾക്കറിയാം, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രയും ചെറിയ കാലത്തിനുള്ളിൽ നാക്കിൻ്റെ ഒരു B ഗ്രേഡ് കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യം സംഭവിച്ചു. അതാണ് ഒന്നാമത്തെ മധുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്, മധുരത്തിൻ്റെ കൂടെ വീണ്ടും ഒരു മധുരവും കൂടെ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ശരിയല്ലേ? ആ ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമ്മുടെ ആന്റണി സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയതാണ്. ഇങ്ങനെ 2 മധുരവുമായി നമ്മൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ് നമ്മുടെ ഈ കോളേജ്. ആന്റണി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ അവാർഡിന് ഏറ്റവും അർഹനായ വ്യക്തിയാണ് എന്ന് നിസ്സംശയം എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരിക്കലും ഒരു നല്ല അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്ന് ആന്റണി സാർ വാക്കുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കലും ഒരു നല്ല വിനയമുള്ള വ്യക്തി എങ്ങനെയായിരിക്കണമെന്ന് ആന്റണി സാർ വാക്കുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു നല്ല ലീഡർ എങ്ങനെയായിരിക്കണമെന്ന് ആന്റണി സാർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു മോട്ടിവേറ്റർ എങ്ങനെയായിരിക്കണമെന്ന് ആന്റണി സാർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇതെല്ലാം ആന്റണി സാർ സ്വന്തം ജീവിതം കൊണ്ട് ഇവിടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആന്റണി സാർ ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം അധ്യാപകർക്ക് മുമ്പിലും വിദ്യാർത്ഥികൾക്ക് മുമ്പിലും എല്ലാം ആന്റണി സാർ ഇവിടെ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലരും പറഞ്ഞു
സാറിന് അവാർഡ് കിട്ടിയതിൽ പലർക്കും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് പല ആളുകളും ഇവിടെ പറയുകയുണ്ടായി. എനിക്കൊരു സംശയമുള്ളത്, സാറിന് ദൈവം അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു വരം കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനെ എതിരെ ആക്രമിക്കാൻ വരുന്നവരുടെ എല്ലാം ശക്തി ക്ഷയിച്ചതിന് ശേഷവും അവരുടെ ശക്തി കൊണ്ട് സാറിന് വേണ്ടി സാറ് അജയനായി ഇങ്ങനെ വിജയത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും പ്രതിസന്ധികളെ വെല്ലുവിളിച്ചുകൊണ്ട് സാറ് വിജയത്തിന്റെ പടവുകളിലേക്ക് കയറാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സാറ് മുറുകെ പിടിച്ചു വെക്കുന്ന 2 മൂല്യങ്ങളാണ്. NG ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് ഗൈഡ് ആയിരുന്നപ്പോഴും 14 ബുക്കുകളുടെ രചയിതാവായിരുന്നപ്പോഴും 400-ലധികം ലേഖനങ്ങൾ വിവിധ ബിസിനസ് മാഗസീൻസിൽ എഴുതിയപ്പോഴും മികച്ച മോട്ടിവേഷൻ സ്പീക്കറായും ട്രെയിനറായും തിളങ്ങി നിൽക്കുമ്പോഴും NG യൂണിവേഴ്സിറ്റി എക്സലൻസ് അവാർഡ് നേടിയപ്പോഴും സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യമായി സാറ് മാറിയപ്പോഴും ഇതെല്ലാം ഇത്രയും നേട്ടങ്ങളുടെ പടവുകൾ സാറ് കയറിയപ്പോഴും സാറ് മുറുകെ പിടിച്ച 2 മൂല്യങ്ങൾ എന്ന് പറയുന്നത് കഠിനാധ്വാനവും ആത്മവിശ്വാസവും ആണ്. കഠിനാധ്വാനവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഈശ്വര വിശ്വാസവും സാറ് മുറുകെ പിടിക്കുകയുണ്ടായി. 1000 സൂര്യന്റെ പൊൻപുറവയിൽ വിളങ്ങി നിന്നുകൊണ്ട് ഞാൻ അടങ്ങുന്ന ഈ കോളേജിലെ അധ്യാപക സമൂഹത്തിന് ഒരു വെളിച്ചമായി മാറി നിൽക്കുന്ന പ്രിയപ്പെട്ട ആന്റണി സാറിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യം തന്നെ ദൈവനാമത്തിന് ഏറെ മഹത്വമുണ്ടാവട്ടെ. ദൈവാശ്രയ ബോധത്തോടെ ഈ ജനുവരി 31 ആകുമ്പോൾ 34 വർഷം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിൽ ക്രൈസായിരുന്ന റെവറൻഡ് ഡോക്ടർ ആന്റണി നരപ്പേൽ എന്ന് വിളിക്കുന്ന ശ്രേഷ്ഠാചാര്യനൊപ്പം ഏകദേശം 38 വർഷം നടക്കാൻ സാധിച്ചു. അങ്ങനെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങൾക്കും ഏറ്റവും ആദ്യം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഏറ്റവും സ്നേഹമുള്ള നരപ്പേലച്ചൻ വളരെ ചേർത്ത് നിർത്തി പുതിയ ആശയങ്ങളുടെ മോശയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രൊഫഷണലാക്കി മാറ്റുന്നതിന് വേണ്ടി എന്നിൽ സ്വാധീനം ചെലുത്തിയ നരപ്പേലച്ചനെ ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും കാഞ്ഞിരപ്പള്ളിയുടെ മുൻ MLAയും കാഞ്ഞിരപ്പള്ളി കോളേജ് 1992 ആരംഭിച്ചപ്പോൾ എൻ്റെ പ്രിൻസിപ്പലുമായിരുന്ന അഡ്വക്കേറ്റ് തോമസ് കല്ലമ്പള്ളി എന്ന് വിളിക്കുന്ന വള്ളത്തീപാറുന്ന പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹമാണ് എന്നെ ഇത്രയും വളർത്തിയെടുക്കുന്നതിന് നരപ്പേലച്ചനും എൻ്റെ അപ്പനും അമ്മയ്ക്കും ശേഷം ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തി തോമസ് കല്ലമ്പള്ളിയാണ്. പിന്നീട് എൻ്റെ സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട്, ശ്രീ ജോസ് കല്ലമ്പള്ളി, ജോസഫ് മാത്യു കല്ലമ്പള്ളിയൊക്കെ വന്നിട്ടുണ്ട്. അവരെയും ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്മരിക്കുമ്പോൾ ബെന്നി തോമസ് എന്ന് വിളിക്കുന്ന ഒരു മാസ്മരിക പ്രതിഭ 56-ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആഗോളതലത്തിൽ പ്രൊഫഷണലായിട്ടുള്ള ബെന്നി തോമസ് എന്ന് വിളിക്കുന്ന ആ മാസ്മരിക വ്യക്തിത്വത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. കൂടെ ഞങ്ങളിവിടെ 78 സ്റ്റാഫംഗങ്ങൾ, 52, 26. അവരെത്രയോ അധ്വാനിച്ചു. എത്ര നാളത്തെ അധ്വാനമാണ്. എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഏറെ ആദരവോടെ അവരെ സ്മരിക്കുന്നു. അവരുടെ പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിനും എല്ലാം എക്കാലവും ദൈവം അവർക്ക് സമ്മാനം നൽകും എന്നതിൽ സംശയമില്ല. ഈ അവാർഡ് നൽകിയ ഡോക്ടർ താസീസ് ജോസഫ് മധ്യ തിരുവിതാംകൂറിലെ വിളങ്ങി നിൽക്കുന്ന പ്രതിഭയായിരുന്നു. 1990 വാല്യുവേഷൻ ക്യാമ്പിൽ പോകുമ്പോൾ CA തോമസ് സാറിൻ്റെ കൂട്ടത്തിലാണ് ഏറ്റവും ആദ്യം വാല്യുവേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ 2 അധ്യാപകരെ പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് താസീസ് ജോസഫ് സാറും എന്നൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു. ഒപ്പം ഇവിടെ അവാർഡ് പരാമർശം നൽകിയുള്ള ഡോക്ടർ ഡെന്നി അരിത്ര കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിനും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. എൻ്റെ 3 അധ്യാപകരിൽ നിന്ന് എനിക്ക് ഈ അവാർഡ് കിട്ടുന്നതിലും ഏറെ സന്തോഷമുള്ളത് 1982 ഫസ്റ്റ് ഇയർ കൊമേഴ്സ് ഗ്രൂപ്പിൽ ഡിഗ്രിയിൽ ചെല്ലുമ്പോൾ accountancy is an art as well as a science classifying summarizing the transaction in a systematic way എന്ന് പഠിപ്പിച്ചു തന്ന
പ്രൊഫസർ ജെയിംസ് സാറ് മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ്. Commerce is the sum total of all those processes which are necessary removal for the hindrances in making exchange of goods and services as possible എന്ന് ആദ്യം പറഞ്ഞത് C.A. തോമസ് സാറ്. ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യം എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു, എന്നെ വികാരഭരിതനാക്കിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. 41 വർഷത്തിന് ശേഷവും പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റിന് ഒരു അവാർഡ് ലഭിച്ചപ്പോൾ ഞാൻ സാറിനെ വിളിക്കുമ്പോൾ സാറ് ദുബൈയിലാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ഇന്നലെ വരുവുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ വന്നപ്പോൾ തന്നെ സാറ് വരാമെന്ന് സമ്മതിച്ചപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഈ 2 പേര് പഠിപ്പിച്ച സാധനം പിന്നെ ഞാൻ കാണാതെ പഠിച്ചിട്ടൊന്നുമല്ല പിന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവരൊക്കെ പറഞ്ഞു തന്നതും ഇവർ പകർന്നു നൽകിയതും ഇവർ മാതൃകയാക്കിയതും പുതിയ സമൂഹത്തിന് എക്കാലവും സ്മരിക്കപ്പെടും എന്നാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞു വെച്ചത്. ഈ 2 ഗുരുക്കന്മാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദിപൂർവ്വം, ജീവിതം മുഴുവൻ നന്ദിപൂർവ്വം സ്മരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. സാധാരണ അധ്യാപകരൊക്കെ കുട്ടികൾ പഠിച്ചിറങ്ങിപ്പോയാൽ പിന്നെ സ്മരിക്കില്ല. ഞാൻ അവരിൽ മാതൃകയാക്കിയതുകൊണ്ടായിരിക്കും എന്നെയും അധ്യാപക വിവിധ മേഖലയിലുള്ളവർ അവർ ഭയങ്കരമായി ഈ അടുത്ത കാലത്ത് സ്വാധീനം ചെലുത്തക്ക രീതിയിൽ ഭയങ്കര ഹൃദയസ്പർശിയായ ഒത്തിരിയേറെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബാബു സാർ എന്ന് വിളിക്കുന്ന വ്യക്തിത്വം ഒരു അതുല്യ പ്രതിഭയാണ്. കനൽ കടന്ന വഴികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഒരു താങ്ങും തണലുമായി ചേർത്ത് പിടിച്ച് എപ്പോഴും ഒരു സഹോദരനെ പോലെ ചേർത്ത് കൊണ്ട് നടന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമ, ഭയങ്കര സംഘാടകൻ എന്നതിനപ്പുറത്തേക്കും സഹോദര സ്നേഹത്തെ പോലെ സത്യത്തിന് വേണ്ടി നിലകൊണ്ട അസാധാരണ പ്രതിഭ. 10 ജന്മം ജീവിച്ചാൽ പോലും കടം വെട്ടി തീർക്കാൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ ഉടമയാണ് ബാബു സാറും ജെയിംസ് സാറും C.A. തോമസ് സാറും എന്നതിൽ എനിക്ക് സംശയമില്ല. അവരെക്കാലവും നമ്മുടെ മനസ്സിൽ ഒരു വലിയ പ്രതീക്ഷയെ എൻ്റെ മാത്രമല്ല എൻ്റെ മക്കളുടെ മനസ്സിൽ പോലും അതിനുശേഷം വരുന്ന മക്കളുടെ മനസ്സിൽ പോലും ഇവരുണ്ടാകും. അതാണ് എൻ്റെ ഇന്നത്തെ വിജയത്തിൻ്റെ അടിസ്ഥാന ശില എന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ നന്ദിപൂർവ്വം ഇവരെ ഞാൻ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. ഒപ്പം CPM സെക്രട്ടറി മെമ്പറും കാഞ്ഞിരപ്പള്ളിയുടെ മുൻ MLA ആയിരുന്ന ശ്രീ KJ തോമസ് സഹോദര സ്നേഹത്തോടെയാണ് എന്നും ഇടപെട്ടിട്ടുള്ളത്. ഹരികൃഷ്ണൻ എന്ന് വിളിക്കുന്ന സിൻഡിക്കേറ്റ് മെമ്പറുണ്ട്. എത്ര സ്നേഹത്തോടെയാണ് അവരെ എൻ്റെ ചെറുപ്പം മുതൽ അവരെന്നോട് സ്നേഹം ചെറുന്നിട്ടുള്ളത്. ഇവരെയും ഞാൻ നന്ദിപൂർവ്വം ഏറെ നന്ദിപൂർവ്വം ഞാൻ ബഹുമാനിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. ഈ കോളേജിലെ ടിജോ സാറിനെ പോലുള്ള ഒരു ഉജ്ജ്വല നേതൃത്വം ഇപ്പോൾ ജോസഫ് മൈലാടിലച്ചനും ഉണ്ട്. അങ്ങനെ ടിജോ സാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ഈ കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന സുവർണ, അക്ഷയ്, അതുപോലെ ജസ്റ്റിൻ, അജിത്ത്, ജിനു, അശ്വനി, ഇവർ വലിയ 1 ടീം, പ്രൊഫഷണൽ ടീംസ് അവിടെ ഉള്ളത്. ജോസ് ആൻ്റണി, ബോബി സാറ്, അങ്ങനെ പോകുന്ന വലിയൊരു നിര, ഭയങ്കര പ്രൊഫഷണൽസ് ഇറങ്ങുന്ന ഒരു നിരയാണ് ഉള്ളത്. നമ്മുടെ ബാബു കൂലമറ്റൽ സാറോട് വന്നപ്പോൾ PGയുടെ ശക്തമായ സാന്നിധ്യം കൂടി നമുക്ക് ലഭിക്കാം. 4 വൈസ് പ്രിൻസിപ്പൽമാരെ ഞാൻ ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടെ, എൻ്റെ സ്റ്റുഡൻ്റാണ് ഒരാൾ രതീഷ്, ഒപ്പം ഡോക്ടർ സവാദ് ഇവിടെ വന്നിട്ടുണ്ട്. CMS കോളേജ് അധ്യാപകനാണ്. വളരെ ആകസ്മികമായി അറിഞ്ഞു പിടിച്ച് എടുത്തിട്ടുള്ളതാണ് സവാദിനെ ഞാൻ 5 വർഷം പഠിപ്പിച്ചതാണ്. സവാദിനെയും ഞാൻ ഡോക്ടർ സവാദിനെയും ഏറെ സ്നേഹത്തോടുകൂടി എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഈ അക്ഷയ സാറിനെ കുറേ എൻ്റെ സ്റ്റുഡൻസൊക്കെ സമീപിച്ചു. അങ്ങനെ 90 മുതൽ 1990 ജനുവരി 31 ചെല്ലുന്നത് ഞാൻ അവിടെ. അന്ന് മുതൽ പഠിപ്പിച്ചവരത് ഫിനാൻസ് സെൻട്രൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ, അങ്ങനെ പോലീസുകാർ, 18ഓളം പോലീസുകാർ, 232 കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ, 54 +2 ടീച്ചേഴ്സ്, 28 ബ്രാഞ്ച് മാനേജർമാർ, KSFയിൽ 18 മാനേജർമാർ, അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ്. അവരെല്ലാം ഈ അക്ഷയ് ഈ അടുത്ത കാലത്ത് അവരെല്ലാം ഒരു ബഹുഭൂരിപക്ഷവും ബന്ധപ്പെട്ടിട്ട് ആശംസകൾ നേർന്നു എന്നതും ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്മരിക്കുന്നു. ശ്രീരേഖയെ ഞാൻ ഏറ്റവും സ്നേഹം. ശ്രീരേഖ പ്രീഡിഗ്രിയും BCom MCom ഞാൻ പഠിപ്പിച്ച റാങ്ക് മേടിച്ചിട്ടുള്ള കുട്ടിയാണ്. മുളന്തരത്തി സ്കൂളിൽ അധ്യാപികയാണ്. വളരെ വികാരപരമായി എപ്പോഴും ഗുരുവായൂരപ്പ മാത്രം വിളിച്ചാണ് എപ്പോഴും അത് സംസാരിക്കാൻ തോന്നുന്നില്ല. അത് ആ ജീവിതകാലം മുഴുവൻ ആ കൊച്ചിന് അനുഗ്രഹമായി ഭവിച്ചു. ശ്രീരേഖയെ ഞാൻ എത്രയും ദൂരം ഇന്നലെ ഭൗതി വഴി വന്ന് സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടാണ് തോന്നുന്നത്. എത്രയും ത്യാഗോചരം. ഞാൻ വിളിച്ചിട്ടൊന്നും വന്നതല്ല.
ഇവരോട് ഞാൻ വരുമെന്ന് പറഞ്ഞ് ഇവിടെ വന്നില്ലെങ്കിൽ അത് നിന്ദിയായി പോകും എന്ന് പറഞ്ഞ് ഇവിടെ സ്വമേധയെത്തിയുള്ള ശ്രീലേഖ. ഇതുപോലുള്ള മനുഷ്യർ മുന്നിൽ ദൈവങ്ങൾ പോലും കനിഞ്ഞനുകരിക്കും എന്നൊരു സംശയമില്ല. ആതിര എന്ന് വിളിക്കുന്ന ചേർനാട്ടിൽ നിന്നൊരു കുട്ടിയുണ്ട്, ഹിന്ദു കുട്ടിയാണ്. അതെന്നും പഠിപ്പിച്ചിട്ട് ഇത് 8 വർഷമൊക്കെ പൂർത്തിയാണ്. എന്നും ഹൈദരാബാദിൽ പോകുമ്പോൾ ഒരു തിരി എനിക്ക് വേണ്ടി കത്തിക്കും. ഹിന്ദു കുട്ടി ഹൈദരാബാദിൽ പോയി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജം എന്ന് വിളിക്കുന്നത് വളരെ വലുതാണ്. ജോർജ് കുട്ടി അഗസ്തി സാറ് ബ്രദറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്ന അതുല്യ പ്രതിഭയാണ് ജോർജ് കുട്ടി അഗസ്തി സാർ. ചെറുപ്പത്തിൽ എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് MLA ആകുന്നത് അദ്ദേഹം. അപ്പോൾ അന്നോട്ട് ജോർജ് കുട്ടി ഹാസൻ്റെ പ്രസംഗം ഒക്കെ കേൾക്കാൻ വേണ്ടി ഞങ്ങളും പോകും. വാക്കിങ്ങനെ വന്തരിച്ച് തീ പാറുന്ന പ്രസംഗത്തിനുടമയാണ്. അന്നു മുതൽ ഇന്നു വരെയുള്ള ബന്ധം. മേലോളം ഞാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാ റാങ്കും ഉണ്ടാക്കുമ്പോൾ സാർ അവിടെ സാറിനെ വിളിക്കും. അപ്പോൾ സാർ അവിടെ നല്ല വാക്കുകളൊക്കെ പറയും. അങ്ങനെ കയറി ബന്ധങ്ങളാണ്. ഈ ബന്ധം ഇന്നും അദ്ദേഹം കീപ്പ് ചെയ്തതിൽ ഞാൻ ഏറെ സന്തോഷത്തോടെ ജോർജ് കുട്ടി ഹാസൻ സാറിനെ ഞാൻ സ്മരിക്കുന്നു. സീറോ മലബാർ ആഗോള സഭയുടെ പരമാധ്യക്ഷൻ ചാർജ് വഹിക്കുന്ന സെബാസ്റ്റ്യൻ മാണി പേരിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. വ്യക്തിബന്ധം പുലർത്തിയെന്നാണ് നമ്മളുമായിട്ട്. അദ്ദേഹം വരാൻ സാധിച്ചില്ല. അദ്ദേഹം ആശംസകൾ നേർന്ന അഭിമന്യ പിതാവിനെ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അപ്പോൾ ഈ കനം നിറഞ്ഞ വഴികളിലൂടെ ഒക്കെ നടന്നപ്പോൾ എൻ്റെ താങ്ങും നിഴലുമായി തകർച്ചയിലും പകർച്ചയിലും ഒക്കെ നേട്ടങ്ങളിലുമൊക്കെ എന്നോടൊപ്പം ഭയങ്കര ആവേശത്തോടെ നിലകൊണ്ട വ്യക്തിത്വമാണ് എൻ്റെ പ്രിയപ്പെട്ട നിഷയെ ഞാൻ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ഒരു ഉത്തമ ഭാര്യ എങ്ങനെ ആയിരിക്കണം, സന്തോഷം വരുമ്പോൾ മാത്രമല്ല ദുഃഖം വരുമ്പോഴും നേട്ടങ്ങൾ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ കൂടെ നിൽക്കുന്ന വലിയ വ്യക്തിത്വമാണ് നിഷയുടേത്. നിഷയെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. വിദ്യാർത്ഥികൾ ഇന്ന് വന്നെത്തിയപ്പോൾ ഈ അച്ഛൻ്റെ സ്ഥാപനങ്ങൾ ഇതുപോലെ വളർന്നു വന്നപ്പോൾ ഈ സ്ഥാപനം നമ്മളിവിടെ 2013 കാഞ്ഞിരപ്പള്ളിയിൽ ആരംഭിച്ചൊരു 2015 മെയ് 21 നമ്മളിവിടെ ഇത് ആരംഭിക്കുന്നത്. പ്രതിസന്ധിയുടെ ഘട്ടമായിരുന്നു. ഇവിടെ എല്ലാം ഈ അച്ഛൻ എന്ന് വിളിക്കുന്ന മഹാമാസ്മരികൻ മാന്ത്രിക വിദ്യയായി എത്ര നാളാണ്. ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ സെമിത്തേരിയിൽ പോയിട്ടാണ് വന്നത്. എത്രയോ വലിയൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും ധാരാളം ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വത്തിൽ നമുക്ക് പഠിക്കാൻ സാധിച്ചു. അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാമാന്ത്രികനായ ഞാൻ റവറൻഡ് ഡോക്ടർ ആൻ്റണി നിലയ്ക്കലിനെ ഞാൻ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി സെൻറ് ആൻഡ്രീസ് കോളേജിൻ്റെയും ഈ കോളേജിൻ്റെയും ഗവേണിംഗ് ബോഡിയാണ്. സാധാരണക്കാരാണ്. അപ്പം MRT സാർ മാത്രം ഇവിടെ എഞ്ചിനീയറിനുള്ളൂ. ബാക്കി അപ്പുറത്തിരിക്കുന്ന ആൾ ബാങ്കറാണ്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ നോക്കുന്ന കർഷകരാണ്. ഇങ്ങനെ കർഷകരടങ്ങുന്ന ഒരു വലിയ മാധ്യമപ്പെടുക്കുഴിയപ്പോഴുള്ളവരെല്ലാം തന്നെ വളരെ സാധാരണക്കാരെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്ത് മുന്നേറുന്ന സ്ഥാപനമാണിത്. അവരിങ്ങനെ നിർലോഭമില്ലാത്ത പിന്തുണ നൽകി വരുമ്പോൾ അവരെയും ഞാൻ സ്നേഹിക്കുന്നു. ഒപ്പം തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി ഞങ്ങളോടുള്ള ആദരവോടുകൂടി ഇവിടെ നിന്ന് എല്ലാ വിദ്യാർത്ഥിനികളെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിക്കുന്നു. നിങ്ങൾക്കുള്ള അവാർഡ് എനിക്കുള്ള അവാർഡ് അല്ല ഇത്. നിങ്ങളുടെ സ്ഥാപനത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള അവാർഡായി ഞാനിതിനെ പരിഗണിക്കുന്നു. ഒപ്പം ആദിത്യൻ നിങ്ങളെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തി. വളരെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വീട്ടിലെ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. കൺവീനറായിട്ടുള്ള സുവർണ മിസ്സിൻ്റെ മുഖ്യ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകരെയും ഏറെ ആദരവോടെ ഞാൻ സ്മരിക്കുന്നു. ഒരിക്കൽ കൂടി ബാബു സാർ എന്ന് വിളിക്കുന്ന ആ വ്യക്തിത്വത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ജെയിംസ് സാറിനെയും ഡോക്ടർ CA തോമസ് സാറിനെയും ഞാൻ അവർ പഠിപ്പിച്ചത് പിന്നീട് കാണാതെ പഠിക്കാതെ ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ അവർക്കുള്ള ഏറ്റവും വലിയ ഗുരുപൂജയായി മാറി എന്നൊരു സംശയമില്ല. അവരെ ഒരിക്കൽ കൂടി ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആദരവോടെ ഞാൻ സ്മരിക്കുന്നു. ഒപ്പം ഈ കോളേജ് ടീം വർക്കിൻ്റെ കോളേജാണ്. ആരും ഒറ്റയ്ക്കൊന്നും ചെയ്യുന്നില്ല. രാവിലെ ഞങ്ങളോട് വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കും. 40 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു മെസ്സേജ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഉള്ളപ്പോൾ പറയും. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന 78 സ്റ്റാഫംഗങ്ങളാണ് ഈ സ്ഥാപനത്തെ ഇതുവരെ വലുതാക്കിയത്. ഒപ്പം ബെന്നി തോമസ് എന്ന് വിളിക്കുന്ന അതുല്യ പ്രതിഭയെ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. 20 മണിക്കൂറാണ് അദ്ദേഹം ഒരു ദിവസം പണിയെടുക്കുന്നത്. സഹോദര സ്നേഹത്തോടു കൂടി എപ്പോഴും ചേർത്ത് നിർത്തി ഈ പ്രായമുള്ള എന്നെ, എനിക്ക് 57 വയസ്സ് കഴിഞ്ഞു,
എപ്പോഴും ചേർത്ത് നിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബെന്നി തോമസിനെയും എൻ്റെ സഹ അധ്യാപകരെയും ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ടും പ്രിയങ്കരായ എല്ലാ വിദ്യാർത്ഥികളും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇവിടെ എത്തിയിട്ടുള്ള ശ്രീജയെ പോലുള്ള സവാദിനെ പോലുള്ള ആളുകളെ സ്മരിച്ചുകൊണ്ടും ഡോക്ടർ ഡെന്നിയെ ഒരിക്കൽ കൂടി ഞാൻ സ്മരിച്ചുകൊണ്ടും ഡോക്ടർ താസിസ് ജോസഫ് എന്ന് വിളിക്കുന്ന കൊമേഴ്സ് ഇതിഹാസത്തെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓർമ്മകളുടെ കരുത്തോടെ സാധാരണ കുടുംബത്തിൽ നിന്നും സ്ഥിര പരിശ്രമത്തിന്റെ പര്യായമായി ഹൈറേഞ്ചിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാമ്പും കാതലുമായി മാറിയ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാർ എന്ന എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവ് എന്ന പൊൻപ്രഭയിൽ 1990 ജനുവരി 31 മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ അധ്യാപകനായി തുടങ്ങി. നൂതന സമീപനത്തിന്റെ അകമ്പടിയോടെ റാങ്ക് നേട്ടങ്ങളിലേക്കും 100% വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തിയ ആചാര്യ ശ്രേഷ്ഠൻ. വൻ സന്ദേശമുണ്ട്. ദൈവാശ്രയ ബോധവും കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും എക്കാലവും വിജയിക്കുമെന്നും പ്രവൃത്തിയാണ് സത്യമെന്നും കർമ്മമാണ് സത്യമെന്നും നിഷ്കാമ കർമ്മമാണ് വിജയമെന്നും വിജയമെന്നത് നിസ്വാർത്ഥ സേവനമെന്നും നമ്മെ ബോധ്യപ്പെടുത്തും. സൂര്യകിരണങ്ങളുടെ കൊടുമുടി ആദ്യം ഏറ്റുവാങ്ങി ഇരുണ്ട താഴ്വാരങ്ങളിലേക്ക് പ്രതിഫലിപ്പിച്ച് അജ്ഞതയാകുന്ന അന്ധകാരത്തെ നീക്കുവാൻ സർവാത്മന ശ്രമിക്കുന്ന കൊമേഴ്സ് ആചാര്യൻ ഡോക്ടർ ലാലിച്ചൻ കല്ലമ്പള്ളി. തനിക്ക് തുല്യം ഈ ഭൂമിയിൽ താൻ മാത്രമെന്നും ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി മുന്നേറുമ്പോൾ നമുക്കും അദ്ദേഹത്തിന് ആശംസകൾ നേരാം. പാതകൾ നേരെയാക്കി ഇനിയും കർമ്മവീഥിയിൽ നിഷ്കാമ കർമ്മം ചെയ്ത് ഈ മലനിരകളെ വിദ്യയാൽ ധന്യമാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന ആശംസയുമായി സെയിന്റ് ആന്റണീസ് കുടുംബത്തിന് വേണ്ടി മിസ് ജിനു തോമസ് സൈനിങ്.